അധ്യക്ഷൻ ശ്രീ സുരേഷ് അശ്വിനി അവറുകൾ, പ്രസിഡന്റ്, തേവരിക്കൽ മഹാദേവർ ക്ഷേത്രം. സ്വാഗതം പറഞ്ഞ ശ്രീ അജികുമാർ തിരുവോണം ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ടയൽവക്കത്തുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, ഞാൻ ഈ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ പറ്റി പെട്ടെന്ന് ഓർത്തപ്പോഴേ, ഞാൻ കഴിഞ്ഞൊരു 4-5 വർഷമായി ശബരിമലയിൽ മകരവിളക്കിൻ്റെ ലൈവ് കമൻട്രി പറയാൻ പോകാറുണ്ട്. അപ്പോൾ ഇത്തവണ പോയപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് നേരെ പോവുകയും അവിടെ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് സ്കൂളിലേക്ക് നേരെ വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ മാല ഇടുന്നില്ല എങ്കിലും വ്രതം നോക്കാറുണ്ട്. അപ്പോൾ വ്രതം നോക്കുന്ന 7 ദിവസവും അടുത്തുള്ള ഏതെങ്കിലും ഒരു ശാസ്താക്ഷേത്രത്തിൽ പോകും. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മഹേഷ് സാറിനോട് പറഞ്ഞു, ഇവിടെ അടുത്ത് ഏതാണ് നല്ല ശാസ്താക്ഷേത്രം ഉണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് എന്ന് പറഞ്ഞു. എന്നെ കൊണ്ടുപോയി അവിടെയാണ് ഞാൻ തൊഴുതത്. പോകുന്ന വഴിക്കും ഞാൻ അവിടെ തൊഴുതിട്ടാണ് പോയത്. അതുകൊണ്ട് എൻ്റെ നാട്ടിലെ ക്ഷേത്രങ്ങളോടൊപ്പം തന്നെ എനിക്കിതും അതും ഒക്കെ സമാനമാണ്. എനിക്ക് ഈ തൃക്കുരട്ടി അമ്പലത്തിലേക്ക് കയറി വരുമ്പോൾ ഓർമ്മ വരുന്നൊരു രംഗം എന്ന് പറഞ്ഞാൽ ഈ നടരാജമൂർത്തിയായ ശിവൻ്റെ ഒരു ശക്തിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സാധാരണ ചിലയിടത്ത് കയറുമ്പോൾ നമുക്ക് കുടുംബസ്ഥനായ ശിവനെ ഓർമ്മ വരും. എന്നാൽ ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതൊക്കെ ഈ നടരാജമൂർത്തിയായ ശിവൻ, അഗ്നിസ്ഫുലിംഗം പോലെ നിൽക്കുന്ന ശിവൻ. അത് നിങ്ങളുടെ തൊട്ടയൽവക്കക്കാരനായ AR രാജരാജവർമ്മ മരിച്ചപ്പോൾ തിരുവനന്തപുരം ജില്ലക്കാരനായ കുമാരനാശൻ എഴുതിയല്ലോ, ഈ തീ പിടിക്കുന്നതിനെക്കുറിച്ച്, മൃതശരീരത്തിൽ തീ പിടിക്കുന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ തീ പിടിക്കുന്നതിനെക്കുറിച്ച് തന്നെ എഴുതാൻ കാരണം AR രാജരാജവർമ്മ അഗ്നിസ്തവം എഴുതിയ കവിയാണ്. അഗ്നിസ്തവം എഴുതിയ ഒരു കവിയെ മലയാളത്തിലുള്ളൂ, AR രാജരാജവർമ്മയാണ്. എന്നിട്ടും അഗ്നി പ്രസാദിച്ചില്ല. അപ്പോൾ ഈ ഡെഡ് ബോഡിയിൽ തീ പിടിച്ചെങ്കിലും ഒന്ന് പ്രസാദിക്കുമെന്ന് പറയുന്നൊരു രംഗമുണ്ട്. ഹുതവഹ സ്വാമിൻ പ്രസാദിക്ക നീ, അഗ്നിയെ ഹുതവഹൻ എന്ന് ബ്രഹ്മസൂത്രത്തിലാണ് പറയുന്നത്. പക്ഷേ ആശാൻ ശിവൻ്റെ നടനം അനുസ്മരിപ്പിക്കുന്ന ശ്ലോകം അതല്ല. വീചിക്ഷോഭമി എന്ന് തീക്കടല് പോൽ വ്യക്തസ്ഫുലിംഗാകുലൻ ശോചിഷ്കേശനിതാ സ്ഫുടം ജട വിടർത്താടുന്നു രുദ്രാകൃതി. നമുക്ക് ഒരു താണ്ഡവത്തിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ട് അതിനകത്ത്. എന്നെ അതിനേക്കാൾ രസം പിടിപ്പിച്ചത് ശോചിഷ്കേശൻ എന്ന് അഗ്നിയെ വിളിക്കുന്നത് ഋഗ്വേദത്തിലെ രുദ്രസ്തവത്തിൽ മാത്രമാണ്. വേറെ ഒരിടത്തും അങ്ങനെ പരാമർശമില്ല. അപ്പോൾ ആശാൻ എവിടുന്ന് ആണ് കവിത്വം സമാർജിച്ചിരിക്കുന്നതെന്ന് നോക്കണം. ശിവൻ വ്യക്തസ്ഫുലിംഗാകുലനായ അഗ്നി ഇങ്ങനെ നൃത്തം ചെയ്യുന്നത് പോലെ നടനം ചെയ്യുന്ന അവസരത്തിൽ ശിവൻ പണ്ട് ദക്ഷനെ തകർത്ത് നൃത്തം ചെയ്യുന്ന ഒരു ഫീലിലാണ് ആശാൻ ഈ അഗ്നിയെ ഉള്ളിൽ വഹിച്ചിരിക്കുന്നത്. ആ ഒരു ഭാവം എനിക്ക് എപ്പോഴും ഈ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ മൊത്തത്തിൽ പ്രശാന്തമാണ് എങ്കിലും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശിവൻ ഉണ്ട്. അതൊരെപ്പോഴും ഈ ചലനാത്മകനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നടനം എന്ന് പറഞ്ഞാൽ ചലനാത്മകതയാണ്. അതുകൊണ്ടാണ് എഴുത്തച്ഛൻ അധ്യാത്മരാമായണം തുടങ്ങുമ്പോൾ തന്നെ ശിവൻ എങ്ങനെയാണോ കാനനത്തിൽ നടനം ചെയ്യുന്നത്, ദിഗംബരനായി എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വസ്ത്രമില്ലാതെ എന്ന് മാത്രമല്ല, മറയില്ലാതെ എന്നാണ്. ഒന്നും വെച്ച് മറയ്ക്കാതെ, മറയില്ലാത്ത വാക്കാണ് അവിടെ ശിവൻ. അല്ലാതെ നിങ്ങൾ ശിവൻ കണ്ടില്ലേ നഗ്നനായി നൃത്തം ചെയ്യുന്നു പറഞ്ഞു കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് മറയില്ലാത്ത വാക്കാണ്. അങ്ങനെ വേണം. യഥാ കാനനേ ദിഗംബരൻ, അല്ലയോ സരസ്വതി നീ മറയില്ലാത്ത വാക്കായി എൻ്റെ മുമ്പിൽ നൃത്തം ചെയ്യുക എന്ന് വെച്ചാൽ ശങ്കക്കിട വരുത്തരുത്. ഈ നമ്മുടെ ഋഷ്യമുഖാചലത്തിന് താഴെ വെച്ച് ഹനുമാനെ കാണുമ്പോൾ പറയുമല്ലോ, ഇല്ലൊരപശബ്ദം എങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം എന്ന് പറയുമ്പോൾ അപശബ്ദം എന്ന് പറയുന്നത് ശബ്ദം കൊണ്ട് മാത്രമല്ല, പ്രവൃത്തിയിലും അതില്ല എന്ന് ഊഹിക്കണം. പ്രവൃത്തിയിലും അങ്ങനെ ഇല്ല. അത് ഞാൻ വഴിയെ പറയാം. അത്തരത്തിലുള്ള ഒരു കൃതിയാണ് രാമായണം. അതിൻ്റെ സൂക്ഷ്മമായി ജീവിതത്തെ
അസസ് ചെയ്യുന്ന, സൂക്ഷ്മമായി ജീവിതത്തെ വ്യാഖ്യാനിക്കുകയും കൂടി ചെയ്യുന്ന ഒരു കൃതിയാണ് രാമായണം. അതിൽ ഓരോ കഥയും ഓരോ വലിയ തത്വത്തെയാണ് മുമ്പിലേക്ക് തുറന്നിടുന്നതെന്ന് വേണം വിചാരിക്കാൻ. അത് പല ഭാഗങ്ങളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. രാമായണത്തിൽ ശ്രീരാമൻ തന്നെ ഒരു അലഞ്ഞു നടക്കുന്ന മനുഷ്യൻ്റെ പ്രതീകമാണ് എന്നാണ് പറയുന്നത് എന്ന് പല ആളുകളും നിരീക്ഷിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത് ആണ്, മനുഷ്യൻ കാട്ടിൽ വേട്ടയാടി നടന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനുശേഷം മനുഷ്യൻ സഞ്ചാരിയായി നടന്നു. ഒരിടത്തെ വിഭവം തീരുമ്പോൾ മറ്റൊരിടത്ത് കൃഷി ചെയ്യാൻ തുടങ്ങിയത് മുതൽ അവൻ സ്ഥിരവാസം ഉറപ്പിച്ചു എന്നാണ്. ബലരാമനെയൊക്കെ പോലെ ഈശ്വരീയത ഒരു മാനവിക ബോധത്തിൽ എന്തുമാത്രം ദൈവികത ഉണ്ടാകാമെന്നുള്ളതിൻ്റെ പൂർണ്ണമായ രൂപമാണ് ശ്രീകൃഷ്ണൻ എന്ന് പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഇവരൊക്കെ സാധാരണക്കാരായി ജീവിച്ച ആളുകളാണ്, നമുക്കറിയാം. അല്ലെങ്കിൽ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഇത്രയും ആളുകളൊന്നും കൂടെ പോവില്ല, അല്ലേ? നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ പോയപ്പോൾ നമ്മൾ കണ്ടു. ഈ കെ നായനാർ ഒരു സമയത്ത് കണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാനപ്പോൾ കോളേജ് വിദ്യാഭ്യാസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഭയങ്കരമായ ആളാണ്. ഏഴാച്ചേരി രാമേന്ദ്രൻ എന്ന കവി വയലാറിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്ത ആളാണ്. വയലാർ മരിച്ചിട്ട് 50 വർഷം തികയുന്ന വർഷമാണിത്. വയലാറിൻ്റെ മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അർദ്ധരാത്രി 12 മണിക്കൊക്കെ കന്യാസ്ത്രീമാരടക്കം മെഴുകുതിരിയും കത്തിച്ച് വെച്ച് ഇങ്ങനെ നിൽക്കുക റോഡിൽ. വിശുദ്ധനായ സെബസ്ത്യാനോസ് എഴുതിയ കവിയെ കാണാൻ അവസാനമായിട്ട്. സ്വാധീനം ഏത് തരത്തിലുമാകാം. ഈ അടുത്ത കാലത്ത് നമ്മൾ അങ്ങനെ ഒരു ജനപ്രളയം കണ്ടു. വെള്ളപ്പൊക്കത്തിലും മഴയുടെ ഇടയിൽ ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ഈ ജനത കൂടെ വരികയാണ്. അത് രസകരമായൊരു പ്രയോഗം എഴുത്തച്ഛൻ നടത്തിയിട്ടുള്ളത് എന്താണ് ജനങ്ങൾ തത്രപ്പെട്ടുകൊണ്ട് തത്രേതി എന്ന് പറയുമ്പോൾ രാമൻ ഗച്ഛേതി വേഗം സ്പീഡ് കൂട്ടുന്നെന്ന് പറയുന്നത് ആണ് പ്രത്യേകത. ആൾ ഓടി എത്താന്ന് പറഞ്ഞാൽ രാമൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് അവസാനം പറയുന്നുണ്ട്, സൂര്യൻ ഉദിച്ചാൽ അയക്കുകയുമില്ലിവർ ആണ്. നേരം വെളുത്താൽ അവരാരും എന്നെ വിടൂല. അതുകൊണ്ട് ഞാൻ എന്നെ തൃക്കാരിയൂർ ദേവസ്വം ബോർഡ് സ്കൂളിൽ നിന്ന് പരുമലയിലേക്ക് റിലീവ് ചെയ്യാൻ നേരത്തെ എൻ്റെ HM പറഞ്ഞ വരി ഇതാണ്, സൂര്യൻ ഉദിച്ചാൽ അയക്കുകയുമില്ലിവർ. അതുകൊണ്ട് 7:30 എന്നെ റിലീവ് ചെയ്യണം, ഞാൻ 8:45 ഇവിടെ നിന്ന് തിരിക്കും എന്ന് പറഞ്ഞ് അനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. അവസാനം 9:45 എൻ്റെ പിള്ളേർ വന്ന് നോക്കിയപ്പോൾ ഞാൻ ഇപ്പോൾ വരും തിരുവനന്തപുരത്ത് നിന്ന് വരികയാണെന്ന് വിചാരിച്ചു. 11 മണിയായി കണ്ടില്ല. രാത്രി 9 മണി മുതൽ ഞാൻ ഫോൺ എടുക്കുകയായിരുന്നു ഇവിടെ. അപ്പോൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ രാമായണം നമ്മളിൽ സ്പർശിക്കും. അതാണ് ക്ലാസിക്കിൻ്റെ പ്രത്യേകത. ഒരു കാലഘട്ടത്തിൽ എഴുതി അവസാനിപ്പിക്കുകയല്ല, ഏത് കാലഘട്ടത്തിലും പ്രസക്തമായത് അവതരിപ്പിക്കുകയാണ് ക്ലാസിക്കിൻ്റെ പ്രത്യേകത. രാമായണത്തിൽ 2 വരിയെങ്കിലും ഉദാഹരിക്കാതെ നമുക്ക് നമ്മുടെ ദിവസങ്ങൾ കടന്നു പോകാറില്ല എന്നുള്ളതാണ്. പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കെ ജീവിച്ചിരിക്കുമെന്നെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ 2ാമത്തെ വരിയെങ്കിലും സാധാരണ പറയാറുണ്ട്, ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും, അയാളെ കൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ നിത്യജീവിതത്തിൽ ഇടപെടുത്താൻ കഴിയുന്ന സാഹിത്യകൃതിയാണ് ഏറ്റവും മികച്ച സാഹിത്യകൃതി. അതുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. മരിച്ചു എന്നൊരു തോന്നലില്ല. ജഗദീഷ് ശ്രീകുമാറിന് സുഖമില്ല കിടക്കണം വർഷങ്ങളായിട്ട്. നമുക്ക് ആ തോന്നലുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ മുമ്പിൽ അദ്ദേഹം ലൈവായി നിന്ന എത്രയോ സന്ദർഭങ്ങളുണ്ട്. നമ്മൾക്ക് പക്ഷേ രാമായണം ഓർമ്മ വരുന്നത് കർക്കിടകം ആകുമ്പോഴേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതാണ് മലയാളിയുടെ കുഴപ്പം. അതാണ് മലയാളിക്ക് ദൈർഘ്യമുള്ള എന്തെങ്കിലും ഒരു ആഘോഷം എപ്പോഴും വേണം. ഓണമാണെങ്കിൽ 28 ദിവസം ആഘോഷിച്ചിരുന്നു പണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? മലയാളിക്ക് പണ്ട് മരണഭീതിയില്ല, പിന്നെ നാച്ചുറൽ കലാമിറ്റീസിനെ കുറിച്ചുള്ള ഭീതിയില്ല, പെട്ടെന്നുണ്ടാവുന്ന യുദ്ധങ്ങളില്ല. അതുകൊണ്ട് മലയാളി 4 ദിവസം വരുന്ന കഥകളി കാണും. 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം, 4-ാം ദിവസം. പക്ഷേ ഹിന്ദിക്കാരനെ നോക്കൂ, അവൻ്റെ കലാരൂപങ്ങൾ മുഴുവനും വേഗതയുള്ളതാണ്. ഭാംഗഡ, മറ്റേ കഥക്ക് എല്ലാം കടപട എന്നുള്ള സാധനങ്ങളാണ്. അവൻ്റെ തബലയാണെങ്കിൽ നമ്മൾ ഷീറ്റിൻ്റെ മുകളിൽ കല്ല് പിറക്കി എറിഞ്ഞ പോലെ പടപടപടപടാന്ന് അടിക്കണം. നമുക്ക് ആ സമയത്തുള്ളത് വീണയാണ്. നമുക്ക് വളരെ ലയാത്മകമായ സംഭവങ്ങൾ. നമുക്ക് സമയമുണ്ട്. അവൻ്റെ ഭക്ഷണവും നമ്മുടെ ഭക്ഷണവും തമ്മിൽ വ്യത്യാസമുണ്ട്. മലയാളിയുടെ ആഹാരം ഒരു ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം പുളിച്ചു പോകുന്നതാണ്. അവൻ ചുക്കാറൊട്ടി ഉണ്ടാക്കി വെച്ചാൽ അടുത്ത കൊല്ലം വരെ ഇരിക്കും. കാരണം എപ്പോഴാണ് ഈ അടി വരുന്നതെന്ന് അറിഞ്ഞൂടാ. അവിടെ നിന്ന് എടുത്തോണ്ട് ഓടണം എല്ലാം കൂടെ. 40 ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ വീട്ടിൽ വരുന്നത്. അത്തരത്തിൽ
ഭക്ഷണം കൊണ്ട്, ആഘോഷം കൊണ്ട് ഒക്കെ വളരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതൊന്നും ചിലവാകാത്തത്? കഥകളി എന്തുകൊണ്ടാണ് ഇപ്പോൾ ചിലവാകാത്തത്? ആളുകളെല്ലാം മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു, അവർക്ക് പഴയതുപോലെ ഇരിക്കാൻ സമയമില്ലാതായി, അവരുടെ ലോകങ്ങൾ വികസിച്ചു, ആണെൻ്റെ പ്രത്യേകത. അങ്ങനെ വരുമ്പോൾ കലാരൂപത്തിനും ആ വ്യത്യാസമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ 30 ദിവസം പ്രഭാഷണം നടന്നേനെ, അല്ലെങ്കിൽ രാമായണ പാരായണം ദിവസേന നടന്നേനെ. ഒരിക്കലൊരാളൊരു വീട്ടിൽ അഭയാർത്ഥിയായി ചെന്നപ്പോൾ പരിചയമില്ലാത്തതുകൊണ്ട് തിണ്ണേ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞു. അയാൾ രാത്രി രാമായണം വായിക്കുന്നത് കേട്ടിട്ട് അകത്ത് കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം ആ ഗൃഹനാഥൻ ചെയ്തു കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ട്. രാമായണത്തിന് അങ്ങനെ ചില ശക്തികൾ ഉണ്ട്. അതുമാത്രമല്ല, മനസ്സിൻ്റെ വിശ്രാന്തിക്കും ശാരീരികമായ ആരോഗ്യത്തിനും പോലും രാമായണം ഉപയോഗിക്കുന്നുണ്ട്. എഴുത്തച്ഛൻ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. എഴുത്തച്ഛൻ അന്നമയ കോശത്തെ ബലപ്പെടുത്തിയിരുന്ന ആളായിരുന്നു. അതാണ് ജീവിത ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജീവിക്കുന്നത്, നമ്മൾ സാധാരണ കളിയാക്കിയ പിള്ളേരുടെ പറയില്ലേ, നീ ആഹാരം കഴിക്കാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഈ അന്നം അശിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് എഴുത്തച്ഛൻ രാമായണത്തിൽ പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഈ അന്നം വെറും അന്നമല്ല, അത് ലോകത്തിൽ വിളഞ്ഞിരിക്കുന്ന സമൃദ്ധിയാണ് സൂചിപ്പിക്കുക. സച്ചിദാനന്ദൻ്റെ ഒരു കവിതയിലുണ്ട്, നാമദേവൻ ക്ഷേത്രങ്ങളെ ചോദ്യം ചെയ്യുന്നു എന്നൊരു കവിതയിലുണ്ട്, വരിക പുറത്തു പൂജാരി നിൻ പൂണുനൂൽ കഴുകുകി കിളികൾ തൻ മഴയിൽ, ഒരു ശില മാത്രം ഭജിക്കുവാൻ എന്തു നീ ശിലയായ ശിലയൊക്കെ രാമൻ, അവന് നൈവേദ്യമോ എന്തിന് ഈ വിശ്വം അവനായി വിളഞ്ഞിരിക്കുമ്പോൾ, അവന് പൂക്കൾ എന്തിന് ഈ ലോകം അവനുടെ പൂവനിയല്ലോ എന്നാണ്. അങ്ങനെ വിശ്വത്തിൽ മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു രൂപത്തെ ജനസമക്ഷം അവതരിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ രാമായണത്തിലൂടെ. ഞാൻ കഴിഞ്ഞൊരു പ്രഭാഷണത്തിലൂടെ പറഞ്ഞു, നമ്മുടെ ആളുകളെല്ലാം ചെയ്യുന്നത് ഏറ്റവും ഐക്കണായിട്ടുള്ള ഒരാളിനെ കൊണ്ട് പറയിക്കുക എന്നുള്ളതാണ്. അത് പറയിച്ചത് മറ്റാരെയും കൊണ്ടല്ല, ശിവനെ കൊണ്ടാണ് പറയിച്ചത്. ലോകൈക പ്രഭാഷകനായ ശിവൻ പാർവതിയോട് പറയുന്നതായിട്ടാണ് പറയുന്നത്. അതിൽ എത്ര മനോഹരമായിട്ടാണ് ആ കഥയെ സൂക്ഷ്മമായിട്ട് വിച്ഛേദിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, ഏറ്റവും ഇത്തം പറഞ്ഞടങ്ങി കിളിപ്പൈതലും എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്താതെ ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും എന്ന് പറഞ്ഞാണ് രാമായണം അവസാനിക്കുന്നത്. മഹാലോകർ എന്ന് വെച്ചാൽ ലോകത്തിലെ മഹത്തുക്കൾ എന്നും കൂടി അതിനർത്ഥമുണ്ട്. മഹത്തായ ലോകത്തിലെ ആളുകളെന്ന് മാത്രമല്ല, ലോകത്തിലെ മഹത്തുക്കൾ, ഇത് കേൾക്കുന്നവരൊക്കെ മഹത്തുക്കൾ എന്ന അർത്ഥം കൂടി അതിനകത്ത് വരുന്നുണ്ട്. രാമായണത്തിൽ ഈ 4-5 ഡയമെൻഷനിലാണ് ഈ ജീവിത ദർശനം പരന്ന് കിടക്കുന്നത്. ശ്രീരാമൻ വളരെ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ ആയോധനകലയൊക്കെ അഭ്യസിക്കുന്നതോടൊപ്പം അനുജന്മാരോട് പറയുമായിരുന്നു, ഇത് ആത്മരക്ഷാർത്ഥമാണ് നമ്മൾ അഭ്യസിക്കുന്നത്, സാധാരണക്കാരുടെ മേൽ പ്രയോഗിക്കാനല്ല എന്ന് ലക്ഷ്മണനോട് പ്രത്യേകം പറയും. കാരണം ലക്ഷ്മണൻ ഈ കോപാകുലനാണ് എപ്പോഴും എന്ന് ഇദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് പറയും, സൂക്ഷിച്ച് ഉപയോഗിക്കാവൂ, ഇത് നമ്മൾ ആത്മരക്ഷാർത്ഥം ഉപയോഗിക്കേണ്ടതാണ്. ആരെങ്കിലും വരുമ്പോൾ ഇതേ ശ്രീരാമനാണ് നല്ലൊരു ശരം ഊരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ എന്നും വില്ലും കുഴിയെ കുലച്ച് നിൽക്കണമെന്ന് അന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആത്മരക്ഷാർത്ഥമാണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നതുകൊണ്ടാണ്. എന്നുവെച്ചാൽ നമ്മളൊരാളിന് എതിരെ നിൽക്കുന്നത് നമ്മുടെ രക്ഷയ്ക്കും സമൂഹത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടിയാവണമെന്നാണ്. ഭഗവത്ഗീതയിൽ അതിനൊരു ശ്ലോകം തന്നെയുണ്ട്, ബ്രാഹ്മണനോ പണ്ഡിതനോ ആയുധവാനോ ആരാവട്ടെ നമുക്കെതിരെ വന്നാൽ നമുക്ക് അയാളെ കൊല്ലാം എന്ന് ഈ ഭഗവത്ഗീതയിലൊരു ഭാഗത്ത് പറയുന്നുണ്ട്. ശ്രീരാമൻ ഈ ദർശനത്തിൽ തന്നെയാണ് പറയുന്നത്. അതാണല്ലോ വിരാധനെയൊക്കെ കൊല്ലുന്നതുമൊക്കെ, ഖരനെയൊക്കെ കൊല്ലുന്നത്. ഖരദൂഷണ തൃശിരാക്കൾ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ മനസ്സിൻ്റെ തന്നെ ഭാവങ്ങളാണ്. യാഗം പോലെ വിശുദ്ധമായൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ, നമ്മൾ സംശുദ്ധമായൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ആളുകൾ കുത്തിത്തിരിക്കാൻ വരും. ഇതാണ് ഈ ഖരദൂഷണ തൃശിരാക്കൾ. അവർ മരിച്ചൊന്നും പോയിട്ടില്ല, എപ്പോഴും ഉണ്ട്. പല ഭാവത്തിൽ പല രൂപത്തിലാണ് എന്നേ ഉള്ളൂ. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, പൂതന എന്ന് പറഞ്ഞാൽ വിഷം ചേർത്ത ബേബി ഫുഡാണ് പൂതന. ഏറ്റവും കൂടുതൽ വിഷം ചേർക്കപ്പെടുന്നത് ബേബി ഫുഡിലാണ്. നിങ്ങൾ ആ തമിഴ് സിനിമ കണ്ടാൽ മനസ്സിലാവും. ഒരു സ്ത്രീ, അവരുടെ ഭർത്താവ് ബേബി ഫുഡിൻ്റെ ഹോൾസെയിൽ മുതലാളിയാണ്. അവരിങ്ങനെ ഈ സെർലാക്ക് എടുത്ത് കഴിക്കാൻ പോകുമ്പോൾ അയാളെ തട്ടി മാറ്റുന്നുണ്ട്. കാരണം അയാൾക്കറിയാം അതിൽ എന്താ ചേർക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കൺസെപ്റ്റ് വേണം, ആ തത്വത്തിൽ വേണം അതിനെ കാണാൻ. എല്ലാ കാലത്തും നിലനിൽക്കുന്നു, ഒരു സമയത്ത് മാത്രമല്ല. രാമായണത്തിൽ ശ്രീരാമൻ
ഈ പട്ടാഭിഷേകത്തിൻ്റെ സമയത്ത് ദശരഥൻ പറയുന്നുണ്ടല്ലോ, എല്ലാവരും ശ്രീരാമനെ തന്നെ പുകഴ്ത്തുന്നു, ശ്രീരാമനെ തന്നെ രാജ്യവും സർവവും രാമങ്കലാക്കി വനത്തിന് പോകണം എന്നൊരാഗ്രഹമാണ് ദശരഥനുള്ളത്. അങ്ങനെ ഇരിക്കുന്നു, ജനങ്ങൾ നോമിനേറ്റ് ചെയ്യാണ് രാമൻ മതിയെന്ന് ആലോചിച്ചുകൊണ്ട്. രാജാവിൻ്റെ മകൻ, ചക്രവർത്തിയുടെ മകനാണ്, അടുത്ത് രാജ്യാഭിഷേകം നടത്തും, പക്ഷേ വേണ്ടാന്ന് പറയാനുള്ള അധികാരവും ജനങ്ങൾക്കുണ്ട്. പക്ഷെ ജനങ്ങൾ പറയുന്നത് ശ്രീരാമൻ തന്നെ ഭരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. കാരണം രാജാവാകുന്നതിന് മുമ്പ് ജനങ്ങളോടുള്ള ഇടപെടൽ എന്തായിരുന്നു എന്നുള്ളതാണ്. ആ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ പറയുന്നത് ഇദ്ദേഹം രാജാവായി വന്നാൽ നന്നായിരിക്കും എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയാണ്. അതാണ് എഴുത്തച്ഛൻ്റെ ഏറ്റവും വലിയ ജീവിതബോധം കിടക്കുന്ന അവിടെയാണ്. നമ്മൾ അധികാരം കിട്ടിയതിന് ശേഷം പ്രവർത്തിക്കാമെന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്, അധികാരത്തിന് വേണ്ടി അല്ലാതെ പ്രവർത്തിക്കണം. അപ്പോൾ ജനങ്ങൾ നമ്മളെ സ്വയം അവരുടെ മനസ്സിൻ്റെ അധികാരിയാക്കി മാറ്റിക്കൊള്ളും. ആണ് എൻ്റെ പ്രത്യേകത. അങ്ങനെയാണ് അതിനെ കാണേണ്ടത്. ഇവിടെ ശ്രീരാമൻ പട്ടാഭിഷേകത്തിന് പട്ട് വസ്ത്രമൊക്കെ ഉടുത്ത് അങ്ങനെ അലങ്കൃതനായി നിൽക്കുന്ന സന്ദർഭത്തിലാണല്ലോ കൈകേയി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇതും വേറൊരു സ്വാർത്ഥതയുടെ സിമ്പലാണ് കൈകേയി. അവിടെ ഒരു സ്ത്രീ എന്നുള്ളതല്ല. കൈകേയി മറ്റ് ഭാര്യമാരെക്കാൾ ചെറുപ്പമാണ്. കൈകേയി വരച്ച വരയിൽ ദശരഥൻ നിൽക്കുമെന്നൊക്കെയാണ് പറയുന്നത്. നമ്മൾ കൈകേയി പറയുന്ന പോലെ കേൾക്കുള്ളൂ എന്നൊക്കെയാണ്. പക്ഷേ കൈകേയി ഈ അത്യാഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്വാർത്ഥതയുടെയൊക്കെ സിമ്പലാണ്. ആ കൈകേയി പറയുകയാണ്, നാടുവാഴണം ഭരതനെന്നാകിൽ നീ രാമൻ കാടുവാഴണമെന്നുണ്ടോ വിധിമതം എന്ന് പറയുന്നൊരു രംഗമുണ്ട്. നിന്നുടെ പുത്രന് രാജ്യം തരാമല്ലോ, നിൻ്റെ മോന് രാജ്യം തരാം, അതിനുവേണ്ടി രാമൻ കാട്ടിപ്പോണമെന്നുണ്ടോ? അപ്പോൾ കൈകേയി എന്തിനാ രാമൻ കാട്ടിപ്പോണമെന്ന് ശഠിക്കുന്നത്? രാമൻ ഇവിടെ ഉണ്ടായിരിക്കുകയും ഭരതൻ രാജ്യം ഭരിക്കുകയും ചെയ്യാൻ പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഭരതൻ അത് ചെയ്യില്ല എന്ന് കൈകേയിക്ക് എന്നിട്ടറിയാം. കാരണം ഇവർ തമ്മിലുള്ള ആത്മബന്ധം കണ്ടിട്ടുള്ള ആളാണ് കൈകേയി. കൈകേയി തന്നെ അത് സമ്മതിച്ചിട്ടുണ്ട്. നല്ല വസ്തുക്കൾ എനിക്ക് തന്നേ മറ്റു വല്ലവർക്കും കൊടുപ്പും മമനന്ദനൻ, ഇഷ്ടമില്ലാതൊരു വാക്ക് പറയുകയില്ല, അല്ലേ? രാമനും കൗസല്യദേവിയേക്കാളും പ്രേമമേറും എന്നെ എന്ന ബോധം കൈകേയിക്ക് ഉണ്ട്. തന്നുടെ മകനായ ഭരതൻ ഏറ്റവും നന്നായിട്ട് രാമനെ ആദരിക്കുന്നത് കണ്ട ആളാണ് കൈകേയി. അതുകൊണ്ട് മാതുലൻ കാണുമതിന് പോയ 2 പിള്ളേരൂടെ വരട്ടെ എന്ന് കാത്തില്ലല്ലോ എന്ന് മന്ധര പറഞ്ഞു കൊടുക്കുന്നു. ഈ മന്ധര നമ്മുടെ ഉള്ളൊരു ഈഗോയുടെ സിമ്പലാണ്. മന്ധര ഈ വർക്ക് ചെയ്യുമായിരുന്നു. അതിനെ കെമിസ്ട്രിയിൽ ഉൾപ്രേരകം എന്ന് പറയും, അല്ലേ? അവരിങ്ങനെ ഇരുന്ന് പറഞ്ഞു കൊടുക്കും. കാരണം 2 കാര്യങ്ങൾ തമ്മിലുള്ള രാസമാറ്റത്തിന് സഹായിക്കുന്ന രാസത്വരകം ആണിത്. അപ്പോൾ ഇവൾ പറയും, കണ്ടോ നീ ഇങ്ങനെ കിടന്നുറങ്ങിക്കോ, നീ എപ്പോഴും കിടന്നുറങ്ങിയുടെ ഒന്നറിയാതെ നിനക്ക് സങ്കടകരമായ അവസ്ഥ വരാൻ പോവുകയാണ്, നീ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അത് ചോദിക്കുന്നു. ഇതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും വസ്തു ആധാരം ചെയ്യാൻ പോകണം, അപ്പോഴേ അറിയാവൂ. അയ്യോ എനിക്കവിടെ ഒരു 3 സെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ കിടക്കുന്ന ഒരുത്തം വരും. അത് തീർപ്പാക്കിയിട്ട് ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ രജിസ്റ്ററൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കും എന്ന് പറയും. ഇതെല്ലാ കാലത്തും ഉണ്ട്, ഏതൊരു സന്ദർഭത്തിലും ഉണ്ട്. അതാണത് ക്ലാസിക്കായത് രാമായണം. അതുപോലെ തന്നെ രാമനെ കാട്ടിലേക്കുന്നതിൽ കൈകേയി വിജയിക്കുന്നു. പിന്നെ ദശരഥനാകെ ഒരു ജോലിയേ ഉള്ളൂ രാമായണത്തിലുടനീളം, ഇടയ്ക്കിടയ്ക്ക് ബോധം കിട്ട് വീഴണം. മന്നവൻ മോഹിച്ച് വീണിടിനാൽ ഭൂതലേ എന്നൊരു 11 ഇടത്തുണ്ട്, നോക്കി അറിയാം. നമ്മളെ ചില നാട്ടിൽ ചില ഉത്തരവാദിത്വം ഇല്ലാത്ത അച്ഛന്മാരില്ലേ, അമ്മയോട് പറയും നീ പഠിപ്പിരി നാളെ നിനക്ക് തന്നെ എന്ന് പറയും. നിങ്ങൾ ആ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോയി, ഞാൻ പോകില്ല. എന്ത് അവ 50 3 2 ഒക്കെയാണ് വാങ്ങിച്ചു, ഞാൻ പോകില്ല എന്ന് പറയും. പക്ഷേ ഏതെങ്കിലും കാലത്ത് നന്നായാലോ ഈ മനുഷ്യൻ തന്നെ പറയും, അത് ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും അങ്ങനെയാണ്, നന്നായിട്ടേ ഉള്ളൂ, എൻ്റെ ബുദ്ധി കിട്ടിയത് ഭാഗ്യം എന്ന് പറയും. എല്ലാ മേന്മയും അച്ഛൻ അവകാശപ്പെട്ടതും 3 മാർക്ക് കുറഞ്ഞാൽ അമ്മ വളർത്തിയ ദോഷവും എല്ലാ കാലത്തും ഉള്ളതാണ്. ദശരഥ ഇടയ്ക്കിടയ്ക്ക് ബോധം കിട്ടി വരുന്നു, അത്ര തന്നെ. എന്നിട്ടോ ഈ രാമൻ്റെ പട്ടാഭിഷേകം മുടങ്ങുന്ന സന്ദർഭത്തിൽ
രാമൻ്റെ മുഖഭാവത്തെക്കുറിച്ച് എഴുത്തച്ഛന് മുമ്പേയുള്ള, എഴുത്തച്ഛനേക്കാൾ സ്വല്പം മൂത്തൊരു കവി കാളിദാസൻ പറഞ്ഞിട്ടുണ്ട്. എന്നാണ് ഈ സർവസ്മിതൻ എന്നാണ് എഴുത്തച്ഛൻ ഉപയോഗിക്കുന്നത്. എന്ത് കാര്യം പറഞ്ഞാലും ചിരിച്ചുകൊണ്ടിരിക്കും. പട്ടാഭിഷേകം മുടങ്ങി അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ പറയും മുടങ്ങി സന്തോഷം എന്ന് പറയും. അത് ഭഗവത്ഗീതയിലാണ് അതിൻ്റെ ഉത്തരം കിടക്കുന്നത്. സ്ഥിതപ്രജ്ഞൻ്റെ ക്വാളിറ്റിയാണ്. സ്ഥിതപ്രജ്ഞൻ്റെ ക്വാളിറ്റിയാണ്. സ്ഥിതപ്രജ്ഞന് ഭോഗത്തിനായിക്കൊണ്ട് കാംക്ഷിക്കുകയും വേണ്ട, ഭോഗം വിധിഗതം വർജിക്കുകയും വേണ്ട. സംസ്കൃതത്തിൽ ഇതിനെ പറയുന്നത് ഗതം ഗതം സർവം ഉപേക്ഷണീയം ആയാതമായാതം അപേക്ഷണീയം എന്നാണ്. കിട്ടിയില്ലല്ലോ എന്നോർത്ത് കരയും വേണ്ട, കിട്ടിയതിനെ ഓർത്ത് അഹങ്കരിക്കുകയും വേണ്ട എന്നാണ്. അതാണ് സ്ഥിതപ്രജ്ഞൻ്റെ ഗുണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധിജി ഒരു വാക്ക് പറഞ്ഞ് പ്രധാനമന്ത്രിയാക്കി തന്നെ. പക്ഷെ ഗാന്ധിജി നവഖാലിയിലായിരുന്നു. അതുകൊണ്ട് ഫലം എന്തുണ്ടായി? അദ്ദേഹം രാഷ്ട്രപിതാവായി. രാഷ്ട്രപിതാവും പ്രധാനമന്ത്രിയും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. ആണെൻ്റെ പ്രത്യേകത. വിട്ടുകൊടുക്കുന്നവനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത്. വെട്ടിപ്പിടിക്കുന്നവനല്ല. വെട്ടിപ്പിടിച്ചവരെല്ലാം അവസാനം ഞാനൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് ഉറക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് കാണിച്ചിട്ടോ ആണ് പോയിട്ടുള്ളത്. വിട്ടുകൊടുത്തവരാവട്ടെ അവരുടെ സർവ്വസിദ്ധിയെയും അവരുടെ സർവ്വ ഐശ്വര്യങ്ങളെയും കൊണ്ടുപോയവരാണ്, നിലനിൽക്കുന്നവരാണ് അതിൽ. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അവരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. എഴുത്തച്ഛൻ മരിച്ചിട്ട് എത്രയോ കാലമായി നമ്മളെപ്പോഴും രാമായണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ആനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വർഷങ്ങൾക്ക് മുമ്പ് പി കേശവദേവ് യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു രാമായണം ചുട്ടുകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ 8ാം ക്ലാസ്സിലെ വിജയകുമാരി എന്നൊരു കുട്ടി പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. 8ാം ക്ലാസ്സുകാരിയെ കേശവദേവ് അടുത്ത് വിളിച്ചു. എന്താ പറയാനുള്ളത് നിനക്ക്? ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ രാമായണം കാണും, കേശവദേവൻ്റെ ഓടയിൽ നിന്ന് ഓടയിൽ പോവും എന്ന് ആ കുട്ടി മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന് കേശവദേവാണ് ആള്. സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചിട്ട് നീ കൊള്ളാമല്ലോടി എന്ന് ചോദിച്ചു. ആ HV വിജയകുമാരി ടീച്ചറിൻ്റെ ക്ലാസ്സിലിരുന്നാണ് ഞാൻ രാമായണം പഠിച്ചത്. അതുകൊണ്ട് അവർ പറയും ഞാനൊന്ന് പറഞ്ഞിടാ കേശവദേവൻ്റെ മുമ്പേ നോക്കി. കേശവദേവനോടുള്ള എല്ലാ ബഹുമാനവും സൂക്ഷിച്ചുകൊണ്ട് കേശവദേവ് ആയതുകൊണ്ട് അതിന് ആ രീതിയിൽ എടുക്കുകയും ചെയ്തു. എന്നിട്ട് കേശവദേവ് പറഞ്ഞു മോളെ ഞാൻ രാമായണം കാണാതെ പഠിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. ഇതും കേട്ടോണ്ട് രാമായണം കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറേമാർ പൈസ കൊടുത്ത് വാങ്ങിച്ച് ചുട്ടുകരിച്ചെന്ന് കേശവദേവ് പറഞ്ഞുകൊണ്ട്. ഒന്നിനെ അറിഞ്ഞിട്ട് അതിൽ നിന്ന് വിയോജിപ്പുകൾ ഉണ്ടാകുമ്പോൾ നിഷേധിച്ചോ കുഴപ്പമില്ല, പക്ഷെ അറിയണം ആദ്യം. അറിഞ്ഞാലേ മറക്കൂ നാം പിന്നെ ഓർമ്മിക്കൂ എന്നാണ് മധുസൂദനൻ നായർ കവിതയിൽ എഴുതിയിട്ടുള്ളത്. ഒന്നിനെ അറിഞ്ഞാൽ അത് മറന്നാലും വീണ്ടും നമുക്ക് ഓർമ്മയിൽ വരും. ഈ പട്ടാഭിഷേകത്തിൽ നിന്ന് വിഘ്നം ഉണ്ടായ സമയത്ത് രാമൻ കരഞ്ഞില്ല. കാളിദാസൻ പറയുന്ന ഈ സർവസ്മിതനായി നിൽക്കുന്ന ഈ രാമനെക്കുറിച്ച് പിന്നീട് കേരളം കേട്ടത് എപ്പോഴാണെന്നറിയാമോ? കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരാളായ പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ നിയമസഭാ പ്രസംഗത്തിലാണ്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനം പോയി എന്ന് ഞാൻ വിചാരിക്കുന്നു, പക്ഷേ അത് രഘുവംശം ഉദാഹരിച്ചിട്ട് പറഞ്ഞു എൻ്റെ തോളിൽ നിന്ന് ഒരു തോർത്ത് ഊർന്നു വീണു പോയി എന്നേ ഞാൻ കരുതുന്നുള്ളൂ. എനിക്ക് വേണ്ടപ്പോഴതെടുത്ത് തോളിലിടാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം രഘുവംശം ഉദാഹരിക്കുന്നത്. രഘുവംശം ഉദാഹരിച്ച് പ്രസംഗിക്കാൻ കഴിയുന്ന അപൂർവത്തിൽ അപൂർവം ആളുകളെ അന്നും ഇന്നും നമ്മുടെ ഇടയിലുള്ളൂ. എന്നിട്ട് തന്നെ കാട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഈ ഗുഹനെ കാണുന്നൊരു സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഗുഹസംഗമം. ഗുഹനെ സ്വന്തം സഹോദരനെ പോലെ ലക്ഷ്മണനോട് ഗുഹൻ പറയുന്നുണ്ട്, നോക്കൂ ശ്രീരാമചന്ദ്രൻ കിടന്ന് ഉറങ്ങുന്ന നോക്കൂ, എവിടെ? പട്ടുമെത്തയിൽ കിടന്ന് ഉറങ്ങിയിട്ടുള്ള മനുഷ്യൻ, ഈശ്വരൻ ഈ മരത്തിൻ്റെ വേരിൽ തലവെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. ഇത് തെളിഞ്ഞ ഹൃദയമുള്ള ആളുകളുടെ വേറൊരു ക്വാളിറ്റിയാണ്. അവർക്ക് വിരിച്ചു കിടന്നെങ്കിലേ ഉറക്കം വരുമെന്നില്ല. വല്ലതും മൂല ജലഫലാഹാരങ്ങൾ വല്ലഭോച്ചിഷ്ടം എനിക്ക് അമൃതോപമം എന്ന് സീത പറയാൻ കാരണം അതുകൊണ്ടാണ്. എന്തും കഴിക്കുമെന്ന് സീതയ്ക്ക് അറിയാം. എന്നാൽ അതേ ശ്രീരാമൻ ഭരദ്വാജാശ്രമത്തിൽ പോകുന്ന സമയത്ത് ഭരദ്വാജാശ്രമ പ്രവേശനത്തിൻ്റെ ആദ്യത്തെ വരി എന്താ? ഭരദ്വാജാശ്രമത്തിൻ്റെ ആദ്യത്തെ വരി വൈദേഹി തന്നോടു കൂടവേ രാഘവൻ
സോദരനോടും ഒരു മൃഗത്തെ കൊന്ന് സദരം ഭുക്ത്വാ സുഖേന വസിച്ച നാൾ എന്നാണ്. മാനിനെ കൊന്ന് കഴിക്കുന്നുണ്ട്, രാജാവാണ്, അതാവാം, ക്ഷത്രിയനാണ്. അതവിടെ അങ്ങനെ എന്താണോ കിട്ടുന്നത് അത് കഴിക്കും. സന്യാസിമാരുടെ വേറൊരു ക്വാളിറ്റിയാണത്. അവരാരോടും ചോദിച്ച് വാങ്ങിയില്ല, എന്താണോ കൊടുക്കുന്നത് അത് കഴിക്കും. ചട്ടമ്പി സ്വാമിയെക്കുറിച്ച് പറയാറുണ്ട്, ഏതെങ്കിലും ഒരു പച്ചില എടുത്ത് ചുരുട്ടി തിന്നുമെന്ന്. കാരണം ഇത് എല്ലാത്തിലുമുള്ള ഗുണം അവർക്കറിയാം. ബലയും അതിബലയും തിന്നുകൊണ്ട് പോയവരാണ് ഇവരെല്ലാവരും. ബലയും അതിബലയും ഭക്ഷിച്ചുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ രണ്ടുപേരും വിശ്വാമിത്രൻ്റെ കൂടെ പോയത്. അല്ലെങ്കിൽ വിശ്വാമിത്രനെ ശപിച്ച് മുടിച്ചു കളയുമെന്ന് ദശരഥന് വല്ലാത്ത പേടിയുണ്ടായിരുന്നു. എന്താ ഇത് കൊണ്ടുപോയത്? അതിൽ ഇതൊരു ട്രെയിനിങ് ആണ്. ജീവിതത്തിൻ്റെ യാത്രയിലേക്ക് ഗുരുനാഥന് സമാനനായ ഒരാൾ കൊണ്ടുപോവുകയാണ്. എന്തുകൊണ്ടാണ് വസിഷ്ഠൻ കൊണ്ടുപോകാത്തത്? വസിഷ്ഠൻ ഈ എക്സ്പീരിയൻസ് ഇല്ല. വിശ്വാമിത്രന് രാജ്യം ഭരിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. അവിടെയാണ് വ്യത്യാസം. വിശ്വാമിത്രന് രാജ്യം ഭരിച്ചതിന് ശേഷം അത് ത്യജിച്ച് സന്യാസിയായതിൻ്റെ സർവമാന ക്വാളിറ്റിയും ഉണ്ട്. വസിഷ്ഠൻ അങ്ങനെയല്ല, ബ്രാഹ്മണ സന്യാസിയാണ്. വസിഷ്ഠൻ ആ ഒരു അനുഭവം ഇല്ല. അതുകൊണ്ട് വസിഷ്ഠൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിൻ്റെ ഈ ജ്ഞാനപരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റത് കർമ്മപരമായതുകൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് വരെ അറിയാം. അതാണ് പ്രത്യേകത. അങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് വിശക്കാതിരിക്കാൻ എന്ത് ചെയ്യണം. ബലയും അതിബലയെന്ന് മന്ത്രം എന്ന് പറയുമ്പോൾ മന്ത്രം മാത്രമല്ല, അതിന് സമാനമായ വേറൊരു എന്തെങ്കിലും ഈ ബലയ്ക്ക് കുറുന്തോട്ടി എന്നൊക്കെ പറയും. അത് ഔഷധ സമ്പൂർണമായ പലതും കൊടുത്തു എന്നാണ്. അങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ രാമന് നേരിട്ട് പ്രതിബന്ധം സൃഷ്ടിച്ചില്ല എങ്കിൽ പോലും സമൂഹത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നതിനൊക്കെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ രാജധർമ്മം അറിയാവുന്നൊരു ഋഷിക്കേ പറ്റുള്ളൂ. രാജർഷിക്കേ പറ്റൂ, ബ്രഹ്മർഷിക്കോ ദേവർഷിക്കോ പറ്റില്ല. അതാണ് എൻ്റെ പ്രത്യേകത. രാജർഷി പറഞ്ഞു കൊടുക്കും, ഞാൻ പണ്ടിങ്ങനെ ചെയ്തിട്ടുള്ള അനുഭവം ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ BEdൻ്റെ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ വരുമ്പോൾ അവിടുന്ന് കോളേജിൽ പറഞ്ഞു വിടും, ആ സ്കൂളിലെ കൺസേൺ സബ്ജക്റ്റിലെ ടീച്ചറിനെ കാണിച്ച് ലെസൺ പ്ലാൻ ഒപ്പിടണമെന്ന്. എന്താ കാര്യം? അപ്പോഴും പ്രസൻ്റ് ആയിട്ടുള്ള ലെസൺ പ്ലാൻ്റെ രീതി എന്താണെന്ന് ആ ടീച്ചറിന് അറിയാം. അവർ ഇവിടെ ചാർട്ട് കാണിക്കണമല്ലോ, അതെന്തേ കാണിക്കാത്തത് എന്ന് ചോദിക്കും. അതുകൊണ്ടാണ്, കാരണം ടീച്ചർ ഈ വഴി കൂടെ കടന്നു പോയതാ. ആണെൻ്റെ പ്രത്യേകത. എന്നിട്ട് പറഞ്ഞു കൊടുക്കും, ഇവിടെ ഒരു താടക എന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. ഈ മഹർഷിമാരെയൊക്കെ എന്ത് ചെയ്തു, ഈ വി കൃഷ്ണൻ തമ്പിയുടെ താടകാവധം എന്ന് പറയുന്നൊരു ആട്ടക്കഥയുണ്ട് കേട്ടോ, ഭയങ്കര രസമുണ്ട് അത് വായിക്കാൻ. രാമനോട് വിശ്വാമിത്രൻ പറഞ്ഞ് പേടിപ്പിക്കുന്ന എങ്ങനെയെന്നറിയാമോ? താടക എന്നൊരു രാക്ഷസിയുണ്ട്, അവൾ എന്തെന്നറിയാമോ? 95 വയസ്സായ ഋഷിമാരെയൊക്കെ നമ്മൾ സാധാരണ ഈ പൊങ്കാലയ്ക്കൊക്കെ കൊതുമ്പൊക്കെ ഓടിക്കുന്ന പോലെ ഓടിച്ച് അടുപ്പിൽ വയ്ക്കും. എന്നിട്ട് 18 വയസ്സായ ഋഷിയെ കൊന്ന് പാകം ചെയ്യുമെന്ന്. ഇളം മാംസം പാകം ചെയ്ത് കുരുമുളകൊക്കെ ഇട്ട് റെഡിയാക്കി മറ്റേ കരിവേപ്പിലയൊക്കെ ഇട്ട് കഴിക്കും. അതിനകത്ത് വിറവാറ്റ് ഉപയോഗിക്കുന്നത് മറ്റേ ചാവറ ആളുകളെയൊക്കെ ഒടിച്ച് വെച്ച് വിറവാറ്റ് ഉപയോഗിക്കും. പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും ചെയ്യുമല്ലോ. രക്തത്തിൻ്റെ ഒരു ഈർപ്പവുമില്ല, പെട്ടെന്ന് കത്തിപ്പിടിക്കും എന്ന് പറഞ്ഞ് രാമനോട് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ രാമൻ വരുന്ന സന്ദർഭത്തിലാണ് താടകയെ കാണുന്നത്. താടക രാമനോട് എങ്ങനെയാണ് ആദ്യം പെരുമാറിയെന്നും വയലാറ് പറഞ്ഞിട്ടുണ്ട്. ശ്ലഷ്ണശിലാതലങ്ങൾക്കുമീതേ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്തു ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥി തന്നരികത്തനുരാഗദാഹ പരവശയായി വന്നു താടക. അവൾ ഇങ്ങനൊരു പുരുഷനെ കണ്ടിട്ടില്ല, നോർത്ത് ഇന്ത്യൻ പുരുഷനെ കണ്ടിട്ടില്ല. തൊട്ട് നോക്കുക, ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ. യുവാവെന്ന് പറയാൻ കാരണം 14-12 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ യുവാവാണ്. തോൾ വരയെത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാംഗകങ്ങളിൽ താടകതൻ തളിർത്താമരമൊട്ടിളം കൈവിരലോടവേ. ഇപ്പം രാമൻ്റെ അവസ്ഥ എന്താ? അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്താന്തർവികാരമുണരവേ
ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തു വിടർന്നു പോയി രാമൻ്റെ കണ്ണുകൾ എന്നാണ് വയലാറിൻ്റെ റഫറൻസ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ രാമൻ ഇങ്ങനെ ആദ്യം കാണുകയാണ് താടകൻ. പക്ഷേ താടക ആരാണ് എന്ന് ഋഷി പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ മോഹിപ്പിക്കുന്ന ഒരു ട്രാപ്പാണ് താടക എന്ന് പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ഫോണിലൂടെ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അതിനെ ഹണി ട്രാപ്പ് എന്ന് പറയും പോലും. ഏതാണ്ട് ഒരു 5-5 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയതിനു ശേഷം അറിയാൻ പറ്റുള്ളൂ എന്നും കേൾക്കുന്നു. അതിൻ്റെ ഏതാണ്ട് ആദ്യത്തെ മാതൃകയായിരിക്കും ഇത്. എന്നുവെച്ചാൽ താടക വന്ന് അനുരാഗം പറയുകയാണ്. രാമൻ അതിനെ വഴിപ്പെടുന്നില്ല. വില്ലെടുക്കൂ, ശരം തൊടുക്കൂ, രാമ കൊല്ലൂ, നിശാചരി താടകയാണ് എന്ന് ഗുരു പറഞ്ഞു കൊടുക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ശരിയാവണ്ണം പോകേണ്ട സമയത്ത് ശരിയാവണ്ണം നേരെയുള്ള വഴി കാണിച്ചു കൊടുക്കുന്ന ആളാണ് ഗുരു. ആ വഴി നടക്കുന്ന ആളാണ് മുമ്പേ പോകുന്നത്. ഈ കുട്ടികളെ വഴി നടത്തുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒരേ സമയം സംഘർഷ ഹൃദയമുള്ള ലക്ഷ്മണനെയും അതേസമയം വിശ്രാന്ത ഹൃദയമുള്ള രാമനെയും ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു വലിയ ഗുരുവിനെ പറ്റുള്ളൂ. അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഒരുത്തൻ പുണർതവും വേറൊരുത്തൻ ആയില്യവുമാണ്. നക്ഷത്രം പുണർവസു നവമിയല്ലോ തിഥി അല്ലേ? നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി. അങ്ങനെ ഉച്ചത്തിൽ നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ എന്നാണ്. ജ്യോതിശാസ്ത്രം എനിക്ക് വലിയ പിടിയില്ല. ജ്യോതിശാസ്ത്രം അറിയാന്നുള്ളവർക്ക് അറിയാം. പുണർവസു ഉന്നതിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ പുണർത്തത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ ജനിക്കുന്ന കുട്ടി ശാന്തനായിരിക്കും. അയാൾക്ക് ദേഷ്യം വരാതെ നോക്കണം എന്നാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. അയാൾക്ക് ദേഷ്യം വന്നാൽ അതൊരു വരവായിരിക്കും. അത് നിങ്ങൾ ഹരിനാമകീർത്തനത്തിൽ കണ്ടിട്ടുണ്ട്. ഔവാരിധൗ ദഹനബാണം തൊടുത്തത് തിളപ്പിപ്പതിന് മതി അല്ലേ? കണ്ടിട്ടുണ്ട്. വരുണനോട് ജലത്തിൽ കൂടെ കുറച്ച് വഴി കയറണമെന്ന് പറഞ്ഞ് വരണം പറഞ്ഞ് സൗകര്യമില്ല. വരണം വിചാരിച്ച് ഈ എൻ്റെ പശുവരാശി മണ്ണിൻ്റെ കളറുള്ളൊരു ചെറുക്കം വന്ന് എന്തോ പറയുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ തിളപ്പിക്കാൻ പോയപ്പോൾ മനസ്സിലായി ഇത് ആൾ വേറെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു സൈഡിൽ കൂടെ ഒരു വഴി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അതുവഴി ചിറകെട്ടിയ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരേ സമയം ഇത് രണ്ടും പറ്റുന്ന ആളാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ എല്ലാ പവറും ഉണ്ടാകാം, പക്ഷെ അത് എല്ലായിടത്തും എടുത്ത് ഉപയോഗിച്ച് കളയരുത്. മനസ്സിലായില്ലേ? ചില ആളുകൾ OP ടിക്കറ്റ് എടുക്കാതെ മരുന്ന് വാങ്ങിക്കാൻ പോയിട്ടേ ഡോക്ടർ വഴക്ക് പറയുമ്പോൾ താഴെ ഇറങ്ങുന്ന മന്ത്രിയെ വിളിക്കുന്നതാക്കാം. എന്തോന്നിന് ഒന്നുമില്ല. OP ടിക്കറ്റ് എടുക്കുക എന്ന് പ്രാഥമികമായ കാര്യം ചെയ്യാത്തതിന് ഇയാളെ ശിക്ഷിക്കുക വേണം ചെയ്യാനുള്ളത്. ഒരു താഴെ ഇറങ്ങുന്ന മന്ത്രിയെ വിളിക്കും, മറ്റേ നോക്കിയ മൊബൈലിൽ. ഒരു കാര്യവുമില്ല. എന്നുവെച്ചാൽ നമ്മൾ ആരാണ് എന്ന് കാണിക്കേണ്ട സ്ഥലങ്ങളല്ല ഇതൊന്നും. നമ്മൾ സാത്വികമായി നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകേണ്ട സന്ദർഭമാണെന്ന് രാമൻ പലതവണ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനാണ് ഞാൻ ഗുഹൻ്റെ ഉദാഹരണം പറഞ്ഞു. ഗുഹൻ്റെ അടുത്ത് എനിക്ക് എന്നെ അറിഞ്ഞൂടെ എന്നാണ്. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദാണ് ഞാൻ എന്ന് പറഞ്ഞില്ല. വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതകൃത് ഭൂതവൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാംഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോ അക്ഷര ഏവച ആണ് ഞാൻ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോഴേ ഞാൻ ദശരഥൻ്റെ മോൻ മാത്രമായി. ആ സമയത്ത് ഒരുമിച്ച് സംസാരിച്ചു, പോകാൻ നേരത്ത് ആലിംഗനം ചെയ്ത് യാത്ര ചെയ്ത് ഒരുമിച്ച് ആഹാരം കഴിച്ചു. അങ്ങ് ഇവിടെ വീണ്ടും വീണ്ടും വരണമെന്ന് പറയുമ്പോൾ ഞാൻ വരാം, താമസിക്കുന്നില്ല, ഞാൻ വരാം എന്ന് പറയും. എന്ന് വെച്ചാൽ യോഗാത്മക സിദ്ധിയുള്ള ആളുകൾ ഒരിടത്തും അധികം നാൾ തങ്ങുന്ന ആളുകളല്ല. ചട്ടമ്പി സ്വാമി ദിവ്യനാണ് എന്ന് എവിടെ ബോധ്യപ്പെടുന്നോ അപ്പോഴദ്ദേഹം അവിടെ നിന്ന് നാടുവിട്ട് കളയും. പിന്നെ അവിടെ നിൽക്കില്ല. നമ്മൾ നേരെ തിരിച്ചാണ്. അവിടെ 2 കിട്ടുന്നവരെ പിന്നെ അവിടെ തന്നെ നിൽക്കും. ഈ തൃശ്ശൂരുകാരൻ പറയും ഉണ്ടയിടത്തും കൊണ്ടയിടത്തും അധികം നിൽക്കരുതെന്ന്. നമ്മളങ്ങനെയല്ല. നമ്മൾ ദിവ്യത്വം ബോധ്യപ്പെട്ട് അവിടേക്ക് നിങ്ങൾക്ക് ഇറങ്ങും. അങ്ങനെയുള്ള കുഴപ്പം. ഈ കോതമംഗലത്ത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ചെറിയ പള്ളിയിൽ അവിടെയൊക്കെ പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാലേ പിന്നെ അവിടെ കാപ്പൊടിക്കുന്ന വഴി പോകാൻ പറ്റൂല. എല്ലാ ആളുകളും വന്ന് സംസാരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സാറ് പറഞ്ഞാണ്, MP ആയിട്ട് ജയിച്ച് ഡൽഹിയിലൊക്കെ പോകുമ്പോൾ പോലീസുകാർ സല്യൂട്ട് ചെയ്യും. ആ സല്യൂട്ടിൽ വീണ് പോയ MP തകർന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അധികം ഇതിൽ വീണ് പോകരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ആലഭാരങ്ങളിൽ വീണു പോകരുത്.
അങ്ങനെ വീണു പോകാത്ത ആളായിരുന്നു രാമൻ. ചേമ്പലയുടെ അവസ്ഥയായിരുന്നു. മഴ ഇഷ്ടം പോലെ തലേ ദിവസം രാത്രി പെയ്തു. ഞാൻ നനഞ്ഞില്ല എന്ന് ചേമ്പല പറയുമല്ലോ പിറ്റേ ദിവസം. അതുപോലെ പെയ്യും, നമ്മുടെ മേലെ പലതും പെയ്യും. പെയ്യുന്നതെല്ലാം അപ്പോഴും തട്ടിത്തെറിപ്പിച്ചങ്ങ് വിടും. നമ്മൾ ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കും. ആണെൻ്റെ പ്രത്യേകത. ഒന്നും ചെന്നങ്ങ് തന്നോട് പറ്റാതെ, ഒന്നിലും ചെന്ന് താനും വലയാതെ അങ്ങനെ നിൽക്കാൻ പറ്റണം. ആണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ശ്രീരാമൻ ഗുഹനോട് സംസാരിച്ചിട്ട് പോകുന്ന സന്ദർഭത്തിൽ ഗുഹൻ നിഷാദന്മാരുടെ രാജാവാണ്. ചെറിയ ആളല്ല, രാജാവ് തന്നെയാണ്. രാമനും രാജ്യത്വമുള്ള ആളാണ്. ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കുകയാണ് രാമൻ. അവിടെ വേറെ ഒരു വേർതിരിവും കാണിക്കുന്നില്ല. ഇതേ രാമൻ ഈ ശബരിയെ കാണാൻ പോകുന്ന രംഗവും നിങ്ങൾക്കറിയാം. ഇവിടെ ശബരിയുടെ കഥ മാത്രമായിട്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു അല്ലേ? ശബരിയെ സൽക്കരിക്കുന്ന ഒരു പരിപാടി ഇവിടെ ചെയ്തു. വളരെ അപൂർവ സ്ഥലങ്ങളിലേ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ. വിശേഷിച്ചും തിരുവിതാംകൂറിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം കാണുന്നത്. ശബരിയെ ഇത്തരത്തിൽ പുരസ്കരിക്കുന്നത്, ഇത്തരത്തിൽ മനസ്സിൽ വയ്ക്കുന്നത്. സത്യത്തിൽ അങ്ങനെയാണ് വേണ്ടത്. കാരണം തിരസ്കൃതരായ, അവിസ്മൃതരായ ആളുകളെ വീണ്ടും വീണ്ടും നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ചെറിയ കാര്യമല്ല. ശബരി ഉത്തമ ഭക്തിയുടെ മാതൃകയായിരുന്നു, നിങ്ങൾക്കറിയാം. കാരണം സപ്തർഷികൾ വരം കൊടുത്ത് ശ്രീരാമൻ വന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ ആ ചര്യയിൽ എന്ന് വേണമോ വരാം എന്നാണ് പറഞ്ഞത്. അന്ന് 13 വയസ്സ് മുതൽ ഇങ്ങനെ അധ്വാനിക്കുകയാണ്. ഈശ്വരൻ ഇന്ന് വരും, ഇന്ന് വരും, ഇന്ന് വരുമെന്ന് വിചാരിച്ചു. നമ്മളാണെങ്കിൽ 3 വെള്ളിയാഴ്ച കാത്തിരുന്നിട്ട് പറയുക ഇയാൾ വരെയൊന്നുമില്ല. പണ്ടൊരാൾ ക്രിസ്തുവിനെ പ്രാർത്ഥിച്ചു. ക്രിസ്തു പറഞ്ഞു ഞാൻ വരാടാ, നാളെ വരാമെന്ന് പറഞ്ഞു. നാളെ വരാമെന്ന് പറഞ്ഞു. നാളെ ഇയാളെല്ലാം ആഹാരമൊക്കെ ഉണ്ടാക്കി കാത്തിരുന്നു. രാത്രിയായപ്പോൾ ഇതെല്ലാം പൊളിച്ചു. ക്രിസ്തുവിൻ്റെ പടത്തിൻ്റെ മുമ്പിൽ ഒരുമാതിരി അനാവശ്യം കാണിക്കരുത്. വരും വരും വരുമെന്ന് പറഞ്ഞ് ഒരുമാതിരി മനുഷ്യനെ ശശിയാക്കി ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിരുന്നിട്ട് ഇത് എടുത്ത് കളയണ്ടേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ക്രിസ്തു പറഞ്ഞെന്ന്, രാവിലെ നിൻ്റെ വീട്ടിലൊരു മൊണ്ടി വന്നില്ലേ കുഷ്ഠരോഗമൊക്കെ ആയിട്ട്, സാധു, അദ്ദേഹം വന്ന് ആഹാരം ചോദിച്ചില്ലേ, നീ എന്താ ചെയ്തത്? പട്ടി അഴിച്ചു വിട്ടു. അത് ഞാനായിരുന്നു. ഉച്ചയ്ക്ക് നിൻ്റെ വീട്ടിൽ വേറൊരാൾ വന്നപ്പോൾ നീ ചൂടുവെള്ളം എടുത്ത് മൂത്തൊഴിച്ചു കൊടുത്തില്ലേ ഭിക്ഷക്കാരൻ വന്നപ്പോൾ? അതും ഞാനായിരുന്നു. വൈകുന്നേരം ഒരു വൃദ്ധയായ സ്ത്രീ വന്ന് ഓർമ്മയുണ്ടോ, കൂനി കൂടി രാവിലെ പോലെ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നീ എന്താ ചെയ്തത്? അവിടെ കിടന്ന കല്ലെടുത്ത് അവർ എറിഞ്ഞോട്ടിച്ചു. ഇതാ കണ്ട പാട്, ഞാനായിരുന്നു അത് എന്ന് പറഞ്ഞു പോലും. എന്ന് വെച്ചാൽ സാധാരണക്കാരൻ്റെ ഉള്ളിലാണ് ഞാനിരിക്കുന്നത് എന്നാണ്. നിവൃതം ഇരുട്ടിൽ നിഗൂഢമിരുന്നേ നീ ധ്യാനിക്കും ദൈവതം അവിടെ കുടികൊൾ വീല നിമീലിത ലോചനം ഒന്ന് തുറക്കൂ നന്നായി നോക്കൂ കരിനില മുഴുവൻ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ വലിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കി ഒരുക്കും പണിയാളരിൽ ഈശ്വരൻ ഇരിക്കുന്ന ഒന്ന് ടാഗോർ കൽക്കട്ട ഇരുന്നുകൊണ്ട് കണ്ടതിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ ഒരിക്കൽ. അങ്ങനെ സാധാരണക്കാരുടെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന ബോധം ശ്രീരാമന് ഉള്ളത് കൊണ്ടാണ് നിഷാദ രാജാവിനെ കെട്ടിപ്പിടിച്ച് ഞാൻ പോകുന്നുണ്ട്, നീ തന്നെ തോണി തുഴഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ആ വനം അറിയാവുന്ന ആൾ അദ്ദേഹമാണ് അല്ലേ? നരൻ സിനിമയിൽ മോഹൻലാൽ പറയില്ല, ഈ പുഴയ്ക്ക് എന്നെ അറിയാം, എനിക്ക് ഈ പുഴയെയും എന്ന് പറയും. അത് വലിയ കാര്യമാണ്. അറിയുന്ന ജലത്തിൽ സഞ്ചരിക്കുന്നവൻ കൂടെ വേണം, എങ്കിലേ അക്കരെ എത്താൻ പറ്റുള്ളൂ. കാരണം ഓരോ ജലത്തിനും ഓരോ സ്വഭാവമാണ്. ശ്രീരാമന് സരയൂ നദിയുടെ സ്വഭാവം അറിയാം, കട്ടിയുള്ള വെള്ളമാണെന്ന് അറിയാം. അതുകൊണ്ട് അവസാനം സരയൂ നദിയിൽ ഇറങ്ങി വിലയിച്ചത്. ശ്രീകൃഷ്ണന് യമുനാ നദിയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കൂട്ടുകാര് ആറ്റിലേക്ക് അച്യുതാ ചാടല്ലേ ചാടല്ലേ എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ മരക്കൊമ്പിൽ നിന്ന് ഒറ്റ ചാട്ടം കൊടുത്തത്. കാരണം ഇത് ഏതുവരെ പോകുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. സ്വന്തം നാട്ടിലെ നദി പമ്പാ നദിയെ നിങ്ങൾക്കറിയാം, അതുപോലെ നെയ്യാറിനെ എനിക്കും അറിയാം. അതുകൊണ്ടാണ് MT പറഞ്ഞത്, അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ പേറുന്ന സമുദ്രത്തെക്കാൾ എനിക്കിഷ്ടം, എനിക്ക് സ്നേഹം ഞാൻ അറിയുന്ന നിളയെയാണ് എന്ന് പറയും. ആണ് സ്വന്തം നാട്ടിലെ ജലം, ഒരേ ജലം കുടിച്ച് വളരുന്നവർ സഹോദരങ്ങളാണ് എന്ന് ഉപനിഷത്തിലൊരു സൂക്തമുണ്ട്. ഒരേ ജലം കുടിച്ച് വളരുന്നവർ സഹോദരങ്ങളാണ്. ഒരമ്മയുടെ പാല് കുടിച്ച് വളരുന്ന മക്കളെപ്പോലെ തന്നെയാണ് ഒരരുവിയുടെ ജലം കുടിച്ച് വളരുന്ന ജനതയും. അതെപ്പോഴും നമ്മൾ ഗ്രാമങ്ങളിൽ പോയാൽ സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. സാധാരണക്കാരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ മനസ്സിലാവും.
കോതമംഗലത്ത് ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞുവർക്കി കേരള കോൺഗ്രസ്, ശ്രീധരൻ നായർ കമ്മ്യൂണിസ്റ്റ്, വിശ്വാസ പണിക്കർ കോൺഗ്രസ്, ഇവർ മൂന്നുപേരും കൂടെ ഒരുമിച്ച് വോട്ട് ചെയ്യാൻ പോകും. ഓരോരുത്തരും അവരവരുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യും. തിരിച്ചൊരുമിച്ചൊരു കടയിൽ ഒന്ന് ചായ കുടിക്കും. പഴയ കൂട്ടുകാരാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിരിഞ്ഞു പോകും. അവരെ ഈ രാഷ്ട്രീയം സ്വാധീനിക്കുന്നേ ഇല്ല. അവരെന്തെങ്കിലും കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ദുസ്വാധീനം വളരെ കൂടുതലായിട്ട് അവരുടെ ഉള്ളിൽ പ്രവർത്തിക്കും. പിന്നെ കണ്ടാൽ മിണ്ടില്ല. ഇതൊക്കെയാണ് ആണ് പ്രത്യേകത. ഈ തെളിഞ്ഞ ജലം പോലെ മനസ്സുള്ള ഗുഹൻ എന്നാണ്. ആ ഗുഹൻ്റെ തോണി സഞ്ചരിക്കുന്നത്, ആ ഗുഹൻ്റെ ജീവിതമാകുന്ന തോണിയാണ് സഞ്ചരിക്കുക. തെളിഞ്ഞ ജലമാണ്. ഈ തെളിഞ്ഞ ജലത്തിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ സൗഹൃദത്തിൻ്റെ യാത്ര എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നാണ്. അതാണ് എൻ്റെ തത്വം. അപ്പുറത്തേക്ക് കൊണ്ടുവിടുന്നു, എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ വീണ്ടും വരാം എന്നാണ്. വീണ്ടും വരാം എന്ന് പറയുന്നത് എപ്പോഴും ഹൃദയബന്ധമുള്ള ആളുകളുടെ. ശ്രീരാമൻ ഗുഹൻ്റെ വീട്ടിൽ ഒരു കാര്യമേ മറന്നു വച്ചുള്ളൂ, അത് സ്നേഹം മാത്രമാണ്. സ്നേഹം മറന്നു വച്ചിട്ട് പോയി, ഇനി വരുമ്പോൾ എടുക്കാം എന്നാണ്. വീണ്ടും വരുമ്പോൾ മറന്നു വച്ചിട്ട് പോകും. ആണെൻ്റെ പ്രത്യേകത. ഇതേ രാമൻ നമ്മൾ നേരത്തെ പറഞ്ഞ് ശബരിയുടെ അടുത്ത് പോകുന്നു. ശബരിയെ ശുശ്രൂഷിച്ചുകൊണ്ട് ശബരിയെ അനുഗ്രഹിക്കുന്നു. ശബരി കൊടുത്തതെല്ലാം കഴിക്കുന്നു. ആ വഴിയിലുള്ള എല്ലാ അപക്വതകളെയും രാമൻ സുന്ദരമാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള ഒന്നിലധികം സന്ദർഭങ്ങൾ ബാലകാണ്ഡം മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ച് പാവനയാക്കിയിടുന്നതാണ് അഹല്യ. അഹല്യ ആരാണെന്നൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹല്യം ചെയ്യാത്ത ഭൂമിയാണ് അഹല്യ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ രാമൻ അനുഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്. ഭൂമിയെ, ജലാശയത്തെ, സാധാരണ മനുഷ്യനെ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ട്. ജീവജാലങ്ങളെ അടക്കം. അണ്ണാൻ്റെ കഥ പോലും നിങ്ങൾക്കറിയാം. സാധാരണ നമ്മൾ ചില ആളുകളൊക്കെ കളിയാക്കാൻ വേണ്ടി പറയാം, ഒരു അണ്ണാൻ കുഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ സൈസിൽ ചെറുതാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി. പക്ഷേ ഈ ജീവിയോട് പോലും കാണിച്ച ഏതൊരു ജീവിയുടെയും ചെറിയ പരിശ്രമത്തെപ്പോലും ഈശ്വരൻ കാണും എന്നും അതിനെ അംഗീകരിക്കും എന്നുമുള്ള സിമ്പലാണ്. ഏഴാച്ചേരി രാമേന്ദ്രൻ നമുക്കറിയാം, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കവിയാണ്. കേരളത്തിൻ്റെ സ്വന്തം കവിയാണ്. ഏഴാച്ചേരി രാമേന്ദ്രൻ പറഞ്ഞത് നമ്മുടെ ശ്രീരാമൻ്റെ കഥ സത്യമാണ് എന്ന് വിശ്വസിച്ച് പോകുന്ന സന്ദർഭമുണ്ട്. അദ്ദേഹം ഇന്ത്യക്ക് വെളിയിലുള്ള അണ്ണാനെ കണ്ടിട്ടുണ്ട്. മോളെ കൂടെ അമേരിക്ക താമസിക്കുമ്പോൾ അവിടെ അണ്ണാനുണ്ട്, 3 വര ഇല്ല. അദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ, ഞാൻ നോക്കി 3 വരയില്ല, ഇന്ത്യയിലുള്ള അണ്ണാന് മാത്രം 3 വരകൾ എന്ന് ഏഴാച്ചേരി ഇതേ ശബ്ദത്തിൽ എന്നോട് സംസാരിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അമേരിക്കയിലെ അണ്ണാൻ വെളുവളായിരിക്കുമെന്ന് സാറ് പറയും. ഈ 3 വര ഇല്ല. കഥകൾ മാത്രമായിരിക്കില്ല. ചിലപ്പോൾ ഈ 3 വര കണ്ടിട്ടൊരു കഥ ഉണ്ടാക്കിയതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഈ സങ്കല്പത്തിലുള്ള കഥകളെ സൂക്ഷ്മമായി ചിന്തിക്കാനുള്ളൊരു അവസരം കൂടിയാണിത്. ആ തത്വത്തെ ചിന്തിക്കാനുള്ള അവസരം. കാരണം ഒരു ചെറിയ ജീവിയെ കൊണ്ട് എത്ര മണ്ണ് അതിനകത്ത് കൊള്ളുമെന്ന് നമുക്കറിയാം. കൈയെടുത്ത് ഇങ്ങനെ അതിനെ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടത് കിടന്ന് ഉരുളുകയാണ്. പ്രവർത്തന മണ്ഡലത്തിൽ കിടന്ന് മുഴുകിയിട്ട് തിരിച്ചു വന്ന് അതിനെ പ്രതിഫലിപ്പിക്കുന്ന ഏതൊരു സാധാരണ ജീവിയെയും ഈശ്വരൻ കാണുന്നു എന്നാണ് അതിൻ്റെ സങ്കല്പം. അങ്ങനെ എൻ്റെ സങ്കല്പം. ഇത് 8ാം ക്ലാസ്സിലൊരു പാഠഭാഗം പഠിക്കാനുണ്ട്. അതിൽ ഒരു തീ പിടിക്കുമ്പോൾ കാർമേഘം നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഒരു കൊച്ചു കിളി അതിൻ്റെ ചിറകിൽ കൊള്ളുന്നത്ര വെള്ളം കൊണ്ടുവന്ന് തളിക്കുന്നു. തീ അണയുന്നില്ല. വലിയ മേഘം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത് ചെയ്യുന്നത്? നീ കരിഞ്ഞു പോവല്ലേ ഉള്ളൂ. അപ്പോൾ പറയും, അങ്ങേക്ക് അനായാസമായി ചെയ്യാവുന്നത് ഞാൻ ആയാസപൂർവ്വം ചെയ്യുന്നു എന്നേ ഉള്ളൂ. മരണം എനിക്കൊരു വിഷയമല്ല. എല്ലാതരം അധികാരികളോടുള്ള ചോദ്യമാണത്. അതിന് നിസ്സാരമായൊരു മഴ പേച്ചിനെ കെടുത്താവുന്നതേ ഉള്ളൂ. വലിയവൻ അത് ചെയ്യുന്നില്ല, പക്ഷെ ചെറിയവൻ അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട് എന്ന ബോധമാണ്. ശ്രീരാമൻ ചിറകെട്ടുന്ന സമയത്ത് ദേവേന്ദ്രൻ വന്ന് കല്ലൊന്നും ഇട്ട് കൊടുത്തില്ലല്ലോ. ഒരു ദേവന്മാരും വന്നില്ലല്ലോ. വന്നത് സാധാരണക്കാരാണ്. ഈ വന്ന ആളുകളുടെ ആകാര സൗഷ്ഠവവും പ്രവർത്തനക്ഷമതയും കണ്ടിട്ട് രാമൻ അറിയാതെ വാ നരഹ എന്ന് ചോദിച്ചു പോലും. ഇവരും മനുഷ്യരാണോ എന്നാണ് ചോദിച്ചത്. ഇങ്ങനെയുള്ള മനുഷ്യർ അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ വാനരഹ എന്നായതെന്നും പറയുന്നു. വാ നരഹ എന്നാണ്. ഇവരും മനുഷ്യരാണോ? ഇവരുടെ അത്യധ്വാനം നോക്കൂ എന്നാണ് പറഞ്ഞത് അതിശയത്തിൽ. പിന്നെ ഉപകാരം ചെയ്ത എല്ലാവരെയും അദ്ദേഹത്തിന് ഓർമ്മയുണ്ടായിരുന്നു.
രാമായണത്തിലെ ജീവിത ദർശനത്തിൻ്റെ പ്രധാനപ്പെട്ട താക്കോലാണത്. ഉപകാരം ചെയ്തവരുടെ നന്ദി വേണം. പണ്ട് പന്മന രാമേന്ദ്ര സാറിനോട് ഒരാൾ പറഞ്ഞു, സാർ ഇന്ന ആൾ സാറിനെ കുറിച്ച് വളരെ മോശമായിട്ടൊരു വേദി പ്രസംഗിച്ചു വന്ന്. സാർ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല. ചെയ്തു സാർ, പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ലടേ, കാരണം അവന് ഞാൻ ഒരു ഉപകാരം ചെയ്തിട്ടില്ല എന്ന്. ഉപകാരം ചെയ്താൽ ചീത്തവിളി ഉറപ്പാണ് എന്ന് ലോക സത്യമാണ്. ഉപകാരം ചെയ്തവനെ സ്മരിക്കുക തന്നെ വേണം എന്ന ഏറ്റവും വലിയ ദർശനം ശ്രീരാമൻ അവതരിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെയെന്നറിയാമോ? വാനരന്മാരെ പിന്നീട് ആട്ടിക്കളയുമ്പോൾ രാമൻ പറയുന്നുണ്ട്, അവരങ്ങനെ ചെയ്യരുത്. നമ്മുടെ സ്കൂളുകളിലൊക്കെ സ്ഥിരം ഒരു ഏർപ്പാടുണ്ട്. പഠിക്കൂല എന്ന് പറഞ്ഞ് ടീച്ചർമാർ ചില പിള്ളേരെ ബാക്ക് ബെഞ്ചിലിരുത്തും. എന്നിട്ട് യുവജനോത്സവം വരുമ്പം സ്റ്റേജ് കെട്ടറ, മറ്റേ എന്താണ് മൈക്ക് വയ്ക്കട, ബോക്സറ എന്ന് പറയും. ഇതിനൊക്കെ അവൻ കൊള്ളാമോ? അവനെ പരസ്യമായി സ്റ്റേജിൽ വിളിച്ച് നിർത്തി അഭിനന്ദിക്കണം. ഇവരാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പറയണം. അങ്ങനെ പറയാനും കൂടെയുള്ള സിദ്ധി ഉണ്ടാകുമ്പോഴേ നല്ല വാദ്യരാവുള്ളൂ. അല്ലെങ്കിൽ അധ്യാപക തൊഴിലാളി മാത്രമേ ആവുള്ളൂ, അധ്യാപകനാവില്ല. ആണ് പ്രത്യേകത. അവനോട് രാത്രി 12:30 തട്ടി വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ട 2 സാറന്മാർ പേര് പറഞ്ഞാൽ അവൻ പറയും നമ്മുടെ പേര്. കാരണം അംഗീകരിക്കപ്പെടുന്ന, കൗമാരപ്രായത്തിൽ അംഗീകരിക്കുന്ന ആളുകളെ എല്ലാ കാലത്തും ഓർക്കും. ശ്രീരാമൻ ഏതൊരു ചെറിയ ജീവിയിലും കൊടുത്ത കാരുണ്യത്തെക്കുറിച്ചാണ് വിരോധഭക്തിയിലാണെങ്കിൽ പോലും രാവണൻ പറയുന്നത്. നമുക്കറിയാം ആ സന്ദർഭം അല്ലേ? ഭവതിയെയും ഒരു ശബരതരുണിയെയും അവനൊക്കും ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതും എന്ന് പറയുന്ന രംഗമുണ്ടല്ലോ ഒരു സുന്ദരകാണ്ഡത്തിൽ. ഇത് പറയുന്നുണ്ട്, നിനക്ക് യാതൊരു വിധമായ പ്രതീക്ഷയും വേണ്ട, അവൻ വരൂല. ഇനി രാമൻ ഇങ്ങോട്ടില്ല. എന്താ? നിന്നെയും, മഹാലക്ഷ്മി സമാനയായ നിന്നെയും, അല്ലേ, സീതയാകുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള നിന്നെയും കാട്ടുവാസിയായ ഒരു പെണ്ണിനെയും ഒരുപോലെയാണ് അവൻ കാണുന്നത്. അങ്ങനെയുള്ളവൻ വരുമോ? ശ്വാക്കളും ഗോക്കളും ഭേദമില്ലത്, പശു ഏത് പട്ടി ഏതെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞൂടാ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. സത്യത്തിൽ ആ രാവണൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, രാവണൻ ചീത്ത ഗുണങ്ങൾ മാത്രമുള്ള ഒരാളല്ല. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്. സർവമാനമായ പാണ്ഡിത്യവും കലകളിലെ നിഷ്ണാതത്വവും സംഗീതത്തിലെ നൈപുണ്യവും ഒക്കെ ഉണ്ട്. ഇതുപോലെ ഭാര്യയെ സ്നേഹിച്ചിരുന്ന ഒരു ഭർത്താവിനെ നിങ്ങൾ ഇന്ത്യൻ പുരാണങ്ങളിൽ ഒരിടത്തും കാണൂല. എവിടെയെങ്കിലും കൊള്ളാവുന്നതിനെ കണ്ടാൽ കൊണ്ട് വയ്ക്കുകയൊക്കെ ചെയ്യും അവിടെ. പക്ഷെ മണ്ഡോദരി പറയുന്നതിൻ്റെ അപ്പുറമില്ല അദ്ദേഹത്തിന്. അതല്ലേ മല്ലീശ്വരൻ്റെ പുതിയ പൂവമ്പുമായി മണ്ഡോദരി വന്ന് അടുങ്ങിക്കിടക്കലുമെന്ന് വയലാർ ചുമ്മാ എഴുതിയതല്ല. അതുകൊണ്ട് മണ്ഡോദരിയുടെ മുഖമൊന്ന് മാറിയാൽ രാവണന് വല്ലാത്ത വിഷമമായിരിക്കും. രാവണൻ ദേവസഭയിൽ സംഗീതത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ പോയ ആളാണ്, വീണ വായിക്കുന്നതിനെക്കുറിച്ച്. അത് വേറെ ആരുമല്ല വിളിച്ചോണ്ട് പോയത്, ഇതാ ഇവിടെ ഇരിക്കുന്ന ആളിനെ ശിവനായിരുന്നു നോമിനേറ്റ് ചെയ്തത്. രാവണനെ വിളിക്കാം സംഗീതം. അപ്പോൾ ദേവേന്ദ്രൻ ഇവർക്ക് ആർക്കും ഇഷ്ടമല്ല, വേണ്ട, അല്ല രാവണനെ വിളിക്കാം. ശിവൻ സ്ഥിരാധ്യക്ഷനാണ്. ശിവൻ്റെ മന്ത്രത്തിൽ 6ാമത്തെ മന്ത്രം ഏതാ? ഓം സ്ഥിരാധ്യക്ഷായ നമഃ, ഓം ധർമാധ്യക്ഷായ നമഃ, ഓം ജ്ഞാനാധ്യക്ഷായ നമഃ എന്നാണ്. അങ്ങനെ ലോകാധ്യക്ഷനും കൂടിയായ ശിവനാണ് വിളിച്ചുകൊണ്ട് പറഞ്ഞത്. അപ്പോൾ മോശക്കാരനല്ല കേട്ടോണ്ടിരുന്നു. ഒരു അസുരനെ അവിടെ പ്രസംഗിച്ചിട്ടുള്ളൂ, രാവണൻ മാത്രം. സംഗീതത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, മണ്ഡോദരിക്കൊരു മാനസിക സംഘർഷം ഉണ്ടാകുമ്പോൾ രാവണൻ അടുത്ത് പിടിച്ചിരുത്തി വീണ വായിച്ചു കൊടുക്കുമെന്നാണ്. അതാണ് പ്രത്യേകത. പക്ഷെ ഈ ഗുണങ്ങളെല്ലാം ഉണ്ടായിരുന്ന ആളാണ് രാവണൻ. എന്നിട്ട് എന്തുകൊണ്ട് രാവണൻ വധിക്കപ്പെട്ടു? എന്താണോ ഉണ്ടാകാൻ പാടില്ലാത്തത് അതുണ്ടായി. എന്താ ഉണ്ടായത്? മറ്റൊരാളുടെ വസ്തു ആഗ്രഹിക്കാൻ പാടില്ല, മറ്റൊരാളുടേത് ആഗ്രഹിക്കാൻ പാടില്ല എന്നാണ് ബൈബിളിൽ ക്രിസ്തു പറയുമല്ലോ. എന്താണ്? അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന് പറയും. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് പറയും. ഞാൻ ഒരു എൻ്റെ ക്ലാസ്സിൽ ഇതുപോലെ പറഞ്ഞു, യേശു പറഞ്ഞിട്ടുണ്ട് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കുക. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഫ്രണ്ട് വെച്ചിരുന്ന സാമുവൽ പറയുകയാണ്, സാറേ ഉള്ളവ ഇല്ലാത്തവനോട് കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അത് ഈ സെൻസിലല്ല പറഞ്ഞത്, അത് വേറെ സെൻസിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. കാരണം പിള്ളേരുടെ ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അവർ തിരിച്ചടിച്ച് കളയും. സംഭവം പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്.
അതുകൊണ്ട് അതിന് വേറൊരു രീതിയിൽ, അത് ഈ ദർശനത്തിലല്ല, അത് ആ സെൻസിലല്ല അത് പറഞ്ഞിരിക്കുന്നത്, അത് വേറൊരു സെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ദർശനം ശ്രീരാമൻ അതുകൊണ്ടാണ് സത്യത്തിൽ ആക്രമിക്കുന്നത്. അത് സീതയെ എന്നല്ല, എന്തിനേയും. സീത എന്ന് വെച്ചാൽ എഴുത്തച്ഛൻ മലയാളിക്ക് കൊടുത്ത ഏറ്റവും വലിയ സിമ്പലാണ് സീത. മഹാലക്ഷ്മിയാണ്, ഐശ്വര്യമാണ്. നമ്മുടെ ഐശ്വര്യത്തെ എടുത്തുകൊണ്ട് പോയ ആളുകളാണ് ഇവിടെ വന്നവർ മുഴുവൻ. എന്നാൽ ഇവിടുത്തെ രാജാവിനോട് ചെന്ന് പറഞ്ഞു കുരുമുളകും ഏലവും ഇഞ്ചിയും ഗ്രാമ്പും എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞ് എന്താണെന്നറിയാമോ? കൊണ്ടുപോട്ട്, കുഴപ്പമില്ല, തിരുവാതിരയും ഞാറ്റുവേലയും കൊണ്ടുപോകില്ലല്ലോ എന്ന്. ആ മണ്ടൻ അറിഞ്ഞുകൂടാ ഒരു തിരുവാതിരയ്ക്കോ ഒരു ഞാറ്റുവേലയ്ക്കോ ഉണ്ടാകുന്ന സമൃദ്ധിയിലല്ല അടുത്ത തിരുവാതിരയ്ക്ക് അത് വരുന്നതെന്ന്. അപ്പോൾ എനിക്കൊക്കെ ചില അവാർഡൊക്കെ വരുമ്പോഴേ അവസാനത്തെ റൗണ്ട് വരെ എൻ്റെ പുസ്തകം വരും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ട് വേറൊരു കവി 65 വയസ്സ്, വേറൊരു കവി 70 വയസ്സ്, സുമേഷ് കൃഷ്ണൻ നോക്കുമ്പോൾ 35 വയസ്സ് അല്ലെങ്കിൽ 38 വയസ്സ്. കൊച്ചല്ലേ ഇനിയും കിട്ടുമെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കും. അങ്ങനെ ഏതാണ്ട് 20ഓളം പുരസ്കാരങ്ങൾ മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. കൊച്ചല്ലേ അവൻ ഇനിയും കിട്ടുമെന്ന്. ഇവരെ വിചാരം എല്ലാ കാലത്തും നമ്മളിങ്ങനെ കറ പറ്റാത്ത പശുവിനെ പോലെ ചുരത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. ഇല്ല. ഈ സാഹിത്യത്തിൻ്റെ ഭാവം മറ്റേ സരസ്വതി ദേവിയുടെ ഭാവമായിട്ട് പറഞ്ഞ ശ്യാമാദേവിയാണേ. മറ്റേ ചന്ദ്രകലയിലുള്ള സരസ്വതിയുടെ വിഗ്രഹമുണ്ട്, കയ്യിലൊരു വീണയൊക്കെ ആയിട്ടിരിക്കുന്ന, മടിയിൽ വീണയൊക്കെ വെച്ചിട്ട് ശ്യാമാദേവി. അത് എല്ലാ കാലത്തും അവരൊരുപോലെ പ്രസാദിക്കണമെന്ന് ഇല്ല. അതുപോലെയാണ് ഇതും. എല്ലാ കാലത്തും ഒരുപോലെ ഈ എഫിഷ്യൻസി വരണമെന്നില്ല. അത് വരുമ്പോൾ അതിനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. രാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ടല്ലോ, നീ ഈ കാണുന്ന ദൃശ്യമായുള്ളതെല്ലാം എന്താണ്, ശരിയല്ല, നിനക്ക് ഒരിക്കൽ ബോധ്യപ്പെടും. ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിൽ ഏതത് പ്രയാസം തവയുക്തം. പക്ഷെ പലരും രാമായണം വായിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം, അതല്ലെങ്കിൽ എന്തിനാൽ ഫലം. അങ്ങനെയല്ല. സത്യമെന്നാകിൽ ഏതൽ പ്രയാസം തവയുക്തം. ഇതൊക്കെ സത്യമാണെങ്കിലല്ലേ നിന്റെ പ്രയാസത്തിന് അർത്ഥമുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം, ആണ് എൻ്റെ പ്രത്യേകത. സത്യമെന്നാകിൽ ഏതത് പ്രയാസം തവയുക്തം, അതല്ലെങ്കിൽ എന്തിനാൽ ഫലം. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസ്സും ഓർക്ക നീ. സംസ്കൃത രാമായണത്തിൽ ഭോഗാമേകവിധാനസ്ഥ വിദുല്ലേഖേവ ചഞ്ചല എന്നാണ്. അതിനെയാണ് എഴുത്തച്ഛൻ സുന്ദരമായിട്ട് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്നാൽ ക്ഷണപ്രഭ എന്ന് പറയുന്ന വാക്കിൽ തന്നെ അതിൻ്റെ ആ ഒരു ക്ഷണികത്വം ഉണ്ട്. ഏറ്റവും രസകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് വേറൊരു വരിയിൽ, സംസ്കൃതത്തിൽ അത് പറഞ്ഞിരിക്കുന്നത് സ്വപ്നോപമം സ്ത്രീ സുഖമായൊരൽപ്പം എന്നാണ്. സ്വപ്നോപമം സ്ത്രീ സുഖമായൊരൽപ്പം. പക്ഷേ എഴുത്തച്ഛൻ അതിനെ മലയാളത്തിലാക്കിയപ്പോൾ ഒരു ചെറിയ സാധനം കൂടെ ചേർത്തു. സ്വപ്നസമാനം കളത്ര സുഖം നൃണാം അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. സ്വന്തം കളത്രത്തോട് മാത്രമേ അങ്ങനെ ഒരു കാര്യം പാടുള്ളൂ, ഏത് സ്ത്രീയോടും അത് പാടില്ല. അത് കേരളത്തിൽ കുത്തഴിഞ്ഞു കിടന്ന സാംസ്കാരിക വ്യവസ്ഥയെ കുത്തിക്കെട്ടാൻ വന്ന ഒരു നല്ല ബൈൻഡർക്ക് തോന്നുന്നൊരു കാര്യമാണത്. കൾച്ചറൽ ബൈൻഡറായ എഴുത്തച്ഛന് തോന്നിയൊരു കാര്യമാണത്. ഇങ്ങനെ കൂടി പറഞ്ഞാലേ ഈ സ്റ്റാപ്ലർ വേണം ഇവിടെ അടിക്കാൻ, എങ്കിലും ഇത് ഉറച്ചു നീക്കിയുള്ളത് എഴുത്തച്ഛന് മനസ്സിലായി. അങ്ങനെ ചേർത്തൊരു ഗം വേർഡാണ് ഇത്, കളത്ര സുഖം നൃണാം അല്പം ആയുസ്സം നിരൂപിക്കുക ലക്ഷ്മണ. ഇതുപോലെ തന്നെ രാമായണത്തിൽ വേറൊരു സന്ദർഭമുണ്ട്. വാൽമീകി പറയുമല്ലോ, വാൽമീകി പൂർവ്വവൃത്താന്തം രാമനോട് പറയും. രാമൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണേ, കല്യാണം കഴിച്ച് വന്നതിന് ശേഷം രാമനോട് വാൽമീകി പറയും, ഞാൻ പണ്ടേ കുടുംബത്തിന് വേണ്ടി ശരിക്കും അധ്വാനിച്ചു. ഒരു ദിവസം സപ്തർഷികൾ വന്നപ്പോൾ അവരുടെ വസ്ത്രങ്ങൾ പറിക്കുവാൻ വേറെ ഒന്നും കിട്ടാനില്ലല്ലോ, തുണി പറിച്ചെടുക്കാൻ പോയി. അപ്പോൾ ഇവർ പറഞ്ഞിടേ, ഒരു കാര്യം നീ വീട്ടിൽ പോയി ചോദിച്ചിട്ട് വാ, നീ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഫലം അവരോട് വാങ്ങിക്കുമോ, നീ അവർക്കും കൂടെ തിന്നാനാണല്ലോ ഈ പാടുപെടുന്നത്, ചോദിക്കാൻ പറഞ്ഞു. സത്യത്തിൽ നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കയും നമ്മുടെ വരുമാനം കൂടണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ആർക്കാ? കള്ളന്മാർക്കാണ്, ഇല്ലേ? ഡോക്ടർക്ക് എന്താ ആഗ്രഹം? നമുക്കെന്നും വയ്യാതാവണം, അല്ലേ? കറണ്ട് ബില്ലുകാരൻ എന്താ ആഗ്രഹം? നമ്മൾ കൂടുതൽ കറണ്ട് ഇരിക്കണം. ശവപ്പെട്ടിക്കാരൻ എന്താ ആഗ്രഹം? യവൻ പെട്ടെന്ന് ചാവണം.
പക്ഷേ കള്ളം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇയാൾക്ക് ഇതിൻ്റെ 10 മടങ്ങ് സമ്പത്തുണ്ടാവണേ, ഞാൻ എത്ര എടുത്താലും തീരാത്ത സാധനം കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്നത് കള്ളം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇത് ഓർക്കാം. പ്രത്യേകിച്ച് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടും, കുറച്ച് ഭാഗം, ബാക്കി ഞാൻ എടുത്തോളാം, ഒരു 10% വാങ്ങിക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഭാര്യ, പണ്ട് ഈ ഗണപതിയുടെ കൊമ്പിന് വെട്ടേറ്റെന്ന് പറഞ്ഞപ്പോൾ പാർവതീദേവി ചാടി എണീറ്റ പോലെ, ഉടൻ മഹാദേവി ഇടത്ത് കയ്യാൽ അഴിഞ്ഞ വാർപ്പവും കൂടി ഒന്ന് ഒതുക്കി എന്ന് പറഞ്ഞില്ല, അതുപോലെ ചാടി അഴിച്ചു. നിങ്ങൾ എന്തോന്ന് വിചാരിച്ചത്? നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവ് ഒഴിഞ്ഞ് മറ്റന്യൻ ഭുജിക്കുമോ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരൂ. അന്ന് മനസ്സിലായി ഇത് ഏതാണേനോ ഒന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞു ശരി. എന്നിട്ട് ഓടി വിട കൊണ്ടേ എന്നാണ്. അവിടെ നിന്നില്ല, പിന്നെ ഒരു നിമിഷം പോലും നിന്നില്ല. ഓടി വന്നിട്ട് സപ്തർഷികളോട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഇത് മുഴുവൻ ഒരു ട്രാപ്പായ കളിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ശരി, മനസ്സിലായല്ലോ, നീ ഇവിടെ ഇരുന്നോ, നീ ഇവിടെ ഇരുന്ന് ജപിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ രാമനെന്നൊന്നും ജപിക്കാൻ അറിഞ്ഞൂടാ, ശീലമില്ലല്ലോ. അപ്പോൾ എന്താണോ അറിയാവുന്നത് അതിൽ തുടങ്ങി. ഇപ്പോഴും നമ്മുടെ അധ്യാപകരോട് ട്രെയിനിങ് കാലഘട്ടത്തിൽ പലരും പറഞ്ഞു കൊടുക്കാറുണ്ട്. ട്രെയിനിങ്ങിൽ ക്ലസ്റ്ററിൽ പറയാറുണ്ട്, എന്താണ്, കുട്ടിയുടെ മുന്നറിവിൽ നിന്നുകൊണ്ട് തുടങ്ങണം എന്ന് പറയാറില്ലേ ടീച്ചർ? മുന്നറിവിൽ നിന്നുകൊണ്ട് തുടങ്ങണം, എന്നിട്ട് അറിയാത്ത കാര്യം പറഞ്ഞു കൊടുക്കണം എന്നാണ്. രാമനെ ഈ വാൽമീകിയോടും അങ്ങനെ ചെയ്തുള്ളൂ. അങ്ങനെ ചെയ്ത് വന്നപ്പോൾ സ്വയം മറന്ന് അതിൽ രമിക്കുകയും താൻ എന്തെങ്കിലും തന്നെ വന്ന് മൂടുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത രീതിയിൽ ഉള്ളിൽ അങ്ങ് ലയിക്കുകയും അവസാനം ജ്ഞാനമായി തിരിച്ചു വരികയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ സർവജ്ഞാനത്തിൽ തിരിച്ചു വരാൻ കഴിഞ്ഞതിലുള്ള ബോധമാണ് സതയിൽ വാൽമീകിയിൽ നിന്ന് എഴുത്തച്ഛനിലേക്ക് എത്തുമ്പോഴുള്ള രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത്. ഒരു കണ്ണീര് കണ്ടിട്ട് ഉണ്ടായ കവിതയാണിത്. പിന്നെ ചില ആളുകൾ ഇതിൻ്റെ നിരുക്തിയെ ഒന്ന് വക്രീകരിച്ചൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. രാമായണം എന്നുള്ള ഇരുട്ട് മായണം, അങ്ങനൊരു അർത്ഥമേ രാമായണത്തിനില്ല. രാമായണം സംസ്കൃത വാക്കാണ്. രാമസ്യ അയനം എന്നേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ ഇരുട്ടിനെ മായ്ക്കാനുള്ള ട്യൂബിലേറ്റൊന്നും അല്ല രാമായണം. അത് സൂര്യപ്രഭയാണ്. അത് ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. പുറമേ കാണുന്ന വെട്ടമല്ല, അത് തൊലിപ്പുറത്തുള്ള പെരിഫറലായിട്ടുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള സാധനമല്ല, അത് ആന്തരികമാണ്, അത് എല്ലിലാണ് കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഇന്നും അത് നിലനിൽക്കുന്നത്. സൂപ്പർഫിഷ്യലാണെങ്കിൽ നമ്മൾ തേക്കുകയോ കുളിക്കുകയോ മായ്ക്കുകയോ ചെയ്താൽ പോയേനെ. ഇതങ്ങനെ പോകാത്തത് ആന്തരിക ബലമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് റെഡിയാർ ബസൽ അച്ചടിക്കുന്നത് വരെയും രാമായണം വീണ്ടും ആളുടെ ചൊല്ലി ചെവിയിലുണ്ടായിരുന്നല്ലോ. അതിൻ്റെ പ്രത്യേകത. പണ്ടത്തെ പാട്ടുകളെന്ന കവിതയിൽ വള്ളത്തോളം എഴുതുമല്ലോ, നാരായ കൂർപ്പിനാൽ നൊന്തു ഞെരങ്ങിക്കൊണ്ട് ഓരോരോ കീറവല്ല തന്നിൽ വീഴാൻ സംഗതി വന്നിട്ടില്ല ഈ കൃതിക്ക് ആളുകൾ സന്തതം നെഞ്ചേറ്റിൽ ആളിക്കുക എന്ന നാടൻ പാട്ടുകളെ കുറിച്ച് പറഞ്ഞതുപോലെ ഇത് പുസ്തകമായിട്ട് അച്ചടിച്ചില്ലെങ്കിൽ പോലും എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. പിന്നെയാണ് ഇത് വന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന കൃതിയാണിത് എന്ന ബോധമുള്ളത് കൊണ്ടാണ്. ഇത് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മുടെ അമ്മച്ചി വരെ പറയും, നീ കുറച്ച് കാലം കൂടെ പിടിച്ച് നെല്ലോണേ, സീതാദേവിക്ക് പോലും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ എന്ന്. നേരിട്ട് കണ്ട പോലെ ഈ പറയുന്നത്, നേരിട്ട് കണ്ടതുപോലെ പറയാൻ പാകത്തിന് ആയിരിക്കുന്നു. സീതാദേവി പോലും അനുഭവിച്ചില്ലേ എന്നാണ് ആ പ്രശ്നത്തെ സൊല്യൂഷൻ കണ്ടെത്തുന്നത്. അങ്ങനെയാണ് അതിനെ വികാര വിരേചനം എന്ന് പറയും. നമ്മൾ ഒരു കൃതി വായിക്കുമ്പോൾ അതിലെ ദുരന്തങ്ങൾ കാണുമ്പോൾ നമ്മുടേത് എത്രമാത്രം ചെറുതാണെന്ന് തോന്നും. അത് ഏറ്റവും വലിയ പ്രത്യേകത ഒരു കൃതിയുടെ, ഒരു സാഹിത്യകൃതിയുടെ ഏറ്റവും വലിയ ബലമാണ്. അങ്ങനെയും കൂടി ഇതിനെ അസസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കാവുന്ന എല്ലാതരം സംഘർഷങ്ങളെയും രാമായണത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വൃക്ഷസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടോ, ഭസ്മലേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ എന്ന് പറഞ്ഞ മരങ്ങളോട് പോലും സംസാരിക്കുന്ന ഭ്രാന്തനായിട്ട് നടക്കുന്ന രാമൻ. അതിന് നിങ്ങളുടെ നാട്ടിൽ വന്ന സംഭവം എഴുതിയിട്ടുണ്ടല്ലോ കണ്ണച്ചൻ. എന്താ, പാരായി പുഷ്പിത കോമള വല്യ പടർന്നൊളിവാൻ്റെ മഹീരുക ജാതികൾ തീരെ പമ്പായാം നിൽക്കിൻறது എന്നോട് രാമൻ പറയുന്നത്, എടാ പാരായി നോക്ക്, പാര് നോക്ക് ആണ്. പുഷ്പിത കോമള വല്യ പടർന്ന് ഒളിവാൻഡ്ര മഹീരുക ജാതികൾ എന്നാണ്. വല്ലികൾ പടർന്നു കയറി അതിൽ പൂക്കളുണ്ടായി പ്രകാശിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ കണ്ട് ആണ്
തീരെ പമ്പയുടെ തീരത്തുണ്ട് എന്ന്, ഇപ്പോഴത്തെ പമ്പയുടെ അല്ല, പമ്പയുടെ തീരത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിശയത്തോടെ പറയുന്നതാണ്, നിൽക്കിன்றது ദ്വീപിക്കിன்றது എനിക്ക് കുമാരൻ, എനിക്ക് ഉള്ളിൽ നിന്ന് തീ പിടിക്കുന്നു, സീത കൂടെ ഇല്ല, അതുകൊണ്ട് ഇനി ഉള്ളിൽ തീ പിടിക്കുന്നു പറയുന്ന രംഗമുണ്ട്. ഇതൊക്കെ പറയുന്നത് രാമൻ എന്തായതുകൊണ്ടാണ്? മനുഷ്യത്വമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് എഴുത്തച്ഛനിൽ വരുമ്പോൾ ഈ രംഗം ഇല്ല. ഇങ്ങനെ അഴലുന്നതായിട്ട് കൂടുതലായിട്ട് എഴുത്തച്ഛൻ പറയുന്നില്ല. കാരണം എന്താ? എഴുത്തച്ഛൻ നേരത്തെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്, മനുഷ്യനല്ല രാമൻ മാനവശിഖാമണി, മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ. സദാനന്ദന് ദുഃഖം വരില്ല. അതിൻ്റെ റെഫറൻസ് വേറെ ഉണ്ട്, അത് ചാന്തോക്യ ഉപനിഷത്തിലാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, പറയാനായിട്ട് എനിക്ക് അറിഞ്ഞും കൂടാതാനും. അപ്പോൾ ഈ എന്താണ് അതിൻ്റെ റെഫറൻസ് വേറെയാണ്. സദാനന്ദൻ എന്തുകൊണ്ട് ദുഃഖം ഉണ്ടാവുന്നില്ല? ആത്മാനന്ദൻ എന്നൊക്കെ വിളിക്കാൻ കാരണം നിർഗുണൻ, നിരാധാരൻ, നിരഹങ്കാരമൂർത്തി, ഭഗവാൻ, നാരായണൻ, നിർമ്മമൻ, നിഷ്കൽമഷൻ എന്ന് ഇത്രയും വാക്ക് എഴുത്തച്ഛൻ അടുക്കി ഉപയോഗിച്ചത് വാക്ക് വേറെ കിട്ടാത്തതുകൊണ്ടല്ല എന്നും ഇങ്ങനെ പറഞ്ഞ് ഉറപ്പിക്കേണ്ട കാര്യമുണ്ട്. അത് വേറെ പല കാര്യങ്ങളും റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് എന്നും കൂടിയും അതിൻ്റെ ഒരു റെഫറൻസ് ചിന്താരത്നത്തിൽ വേറെ കിടക്കുന്നും ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ഇങ്ങനെയുള്ള രാമനെയാണ് ഞാൻ അവതരിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ മാനസിക ബലമുള്ള രാമനെയാണ് അവതരിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ എല്ലാവരുടെയും ഉള്ളിൽ സാത്വികതയും താമസ ഗുണവും രാജസ ഗുണവും ഉണ്ട് എന്നും അതിൻ്റെ ഏറ്റക്കുറച്ചിലിന് അടിസ്ഥാനപ്പെടുത്തി അവരുടെ നന്മ തിന്മകൾ തീരുമാനിക്കപ്പെടുന്നത്. ബാലി എന്തെങ്കിലും മോശമുണ്ടോ? നല്ലവനാ. ബാലി മോശക്കാരനല്ല, വളരെ മിടുക്കനായിരുന്നു. രാവണനെ 7 കടലിൽ വെള്ളം കുടിപ്പിച്ച ആളാണ് ആയ കാലത്ത്. അതാണ് ബാലി ചോദിക്കുന്നത്, ഒരു വാക്കനോട് പറയാത്തതെന്ന്. ഞാൻ ലങ്കയുടെ പൊക്കി എടുത്തുകൊണ്ട് ഇവിടെ തരുമായിരുന്നില്ല, ആവശ്യം എടുത്തിട്ട് ബാക്കി കളഞ്ഞാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. ആവശ്യമുള്ള ഇടത്തിന് ബാക്കി ഡിസ്പോസബിൾ ഗ്ലാസ് പോലെ ചുരുട്ടി ഞാൻ കളഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ എന്നോട് പറയാത്തത്? ഞാൻ ഇതൊക്കെ ചെയ്തു തരില്ലേ? എന്നിട്ടോ എന്തിനാ എന്നെ കൊന്നത്? വാനര മാംസം അഭക്ഷ്യമത്രയെ തുലവും. കുരങ്ങൻ്റെ ഇറച്ചി കഴിക്കാൻ പോലും കൊള്ളൂല, പിന്നെ നിങ്ങളൊക്കെ മാനിൻ്റെ ഇറച്ചി തിന്നുന്നവരില്ലേ, നിങ്ങളെന്തിനാ എന്നെ പിടിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ ഈ എന്ത് സുഗ്രീവനാൽ കൃതമായതും എന്ത് എന്നാൽ കൃതമല്ലാത്തതും എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതും സുഗ്രീവനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്നുള്ള ഒരു കാര്യവും ലോകത്തില്ല. എന്താ അതെന്തുകൊണ്ടാണെന്നറിയാമോ? ബാലിക്ക് കുറച്ച് രാജസം കൂടിപ്പോയി. അതാ പ്രശ്നം. കാരണം സഹോദരൻ്റെ ഭാര്യയെ പരിഗ്രഹിക്കാൻ പാടില്ല. അത് രാജസം കൂടുതലായിപ്പോയതുകൊണ്ടാണ് സംഭവിച്ചത്. രാജത്വം അല്ലെങ്കിൽ രാജസം കൂടുതലുള്ള ആളിൻ്റേതാണ് രജസ്. രജസ്സിൽ നിന്ന് ഉള്ള ഗുണം കൂടുതലായിപ്പോയി. രാവണന് താമസ ഗുണം കൂടിയതുപോലെ ആണിൻ്റെ പ്രത്യേകത. എന്നാൽ വിഭീഷണൻ സാത്വികനാണ്. ഒരു കുടുംബത്തിൽ തന്നെ, ഒരു കഥയിൽ തന്നെ പലരെയും കാണിച്ചു തരും. ഒരു കുടുംബത്തിൽ തന്നെ പലതുമുണ്ട്. കുംഭകർണൻ രജോ ഗുണമാണ്, രാവണൻ തമോ ഗുണമാണ്, വിഭീഷണൻ സത്വഗുണമാണ്. ഈ സത്വഗുണം ആദ്യമേ തന്നെ ഭഗവാനിൽ ചേരും. രജോ ഗുണവും തമോ ഗുണവും വിരോധഭക്തിയിലൂടെ ചേരുള്ളൂ. അത് നിങ്ങൾക്ക് ആ കഥ അറിയാമല്ലോ. സനകാദി മുനിമാർ വിഷ്ണുവിനെ കാണാൻ പോയ കഥയും. അപ്പോൾ വിഷ്ണു പാർഷദന്മാർ തടഞ്ഞു നിർത്തി കോണകം കൊടുത്തോണ്ട് ഈ 4 പയ്യന്മാർ എവിടെ കയറി പോണതെന്ന് ചോദിച്ചു. ഇറങ്ങിപ്പോ വെളിയിൽ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ കൊച്ചുങ്ങൾ ആരാണെന്ന് മനസ്സിലായത്. അവർ ശപിച്ചു എന്നും ശാപമോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നും. അപ്പോൾ ഒന്നുകിൽ 3 ജന്മം ശത്രുവായി ഭൂമിയിൽ ജീവിച്ച് തിരിച്ചു വരണം, അല്ലെങ്കിൽ 7 ജന്മം ഭക്തനായി ജീവിക്കണം. ഇവർ കാലഘട്ടം വെച്ച് നോക്കിയപ്പോൾ ലാഭം 3 ജന്മമാണ്. അപ്പോൾ പറഞ്ഞു ശരി 3 ജന്മം ശത്രുവായിട്ട് ജീവിക്കാം. അങ്ങനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായിട്ട് ആദ്യം ജനിച്ചു. ഹിരണ്യാക്ഷനെ വരാഹമായിട്ടും ഹിരണ്യകശിപുവിനെ നരസിംഹമായിട്ടും വധിച്ചു. വരാഹത്തിനൊരു സ്ത്രീ ദേവതയുണ്ട്, വാരാഹി. നമുക്ക് വലിയ പിടിയില്ല ഈ വാരാഹിയെ. നരസിംഹി എന്നുള്ള പ്രത്യങ്കുര എന്ന് വേറൊരു പേരുണ്ട്. പ്രത്യങ്കുര, തിരുവനന്തപുരത്തൊരു പ്രത്യങ്കുര ദേവി ക്ഷേത്രമുണ്ട്. നരസിംഹത്തിൻ്റെ സ്ത്രീ അവതാരമാണ്. ഈ വാരാഹിയെ നമുക്ക് വലിയ പിടിയില്ല. പക്ഷെ നമ്മൾ സ്വല്പം അങ്ങോട്ട് വടക്കോട്ട് പോകുമ്പോൾ, കർണാടകയിൽ ചെല്ലുമ്പോൾ
നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ആ വീട്ടിൽ വടക്ക് അഭിമുഖമായിട്ട് ഈ വാരാഹിയെ വച്ചിരിക്കും. തേറ്റയുള്ള സാരി ഉടുത്ത് വരച്ചിരിക്കുന്ന പന്നിയുടെ രൂപമുള്ള ഒരു സ്ത്രീയുടെ മുഖം വരച്ചിരിക്കും. അവർക്ക് സ്വന്തം അമ്മയെ പോലെ ആദരവുള്ളൊരു ഇതാണ് വാരാഹി. അതുപോലെ പ്രത്യങ്കുര വളരെ ശക്തിമത്തായ ദേവതയാണെന്നാണ് പറയാറ്, നരസിംഹ ദേവതയാണെന്നാണ് പറയാറ്. ഇവർ രണ്ടുപേരെയും കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് സ്വാഭാവികമായും രാമനും ലക്ഷ്മണനും കൂടി ഈ ലങ്കയിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന യുദ്ധകാണ്ഡത്തിൽ ആരെ കൊല്ലുന്നു? കുംഭകർണനെയും രാവണനെയും കുംഭകർണനെയും കൊല്ലുന്നു. രാവണനും കുംഭകർണനും ജനിക്കുന്നു. ഇനി അതിൻ്റെ പിറ്റേ ജന്മത്തിൽ കംസനും ശിശുപാലനുമായി ജനിക്കുന്നു. രണ്ടുപേരെയും കൊല്ലുന്നു. ശിശുപാലൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത ബന്ധുവും കൂടി ആണ്. കംസനും അടുത്ത ബന്ധു തന്നെയാണ്. ഇവർ രണ്ടുപേരും അടുത്ത ബന്ധുക്കൾ. ഒരാൾ അമ്മാവനാണെങ്കിൽ വേറൊരാൾ മരുമോനായിരുന്നു എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ശിശുപാലൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. ജനിച്ചപ്പോൾ ശിശുപാലൻ എങ്ങനെയായിരുന്നു എന്നും. അപ്പോൾ ആരാണോ അയാളെ കൊല്ലാൻ പോകുന്നത് ആ ആളെടുക്കുമ്പോൾ സുന്ദരനായി മാറും, നല്ല ശബ്ദം കിട്ടുമെന്നാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണൻ കുറേ കാലം പോവാതെയൊക്കെ ഇരുന്ന് നോക്കിയെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവസാനം ചെന്ന് നോക്കുമ്പോൾ മധുരമായ ശബ്ദവും സുന്ദരമായ രൂപവും കണ്ട് അമ്മ അവസാനം പറഞ്ഞ ആ കഥ മുഴുവൻ നിങ്ങൾക്കറിയാം, അതൊന്നും ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം നല്ലവരാണ്. പക്ഷെ അവരുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉണ്ടാകുന്ന താമസ ഗുണത്തെ നിരോധിക്കുക എന്നത് സത്വഗുണേശ്വരന്മാരായ ഈശ്വരന്മാരുടെ കർത്തവ്യമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ പറയുന്നത് എന്താണ്, യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നല്ലേ പറയുന്നത്. എവിടെയൊക്കെ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നു അപ്പോഴും ഞാൻ വരുമെന്നാണ്. അതുകൊണ്ടാണ് സുദർശന ചക്രമല്ലേ ഇരിക്കുന്നത്. നല്ല ദർശനമാണ്, സുദർശനമാണ് വേണ്ടത്. ആ സുദർശനം ഉണ്ടാകണമെങ്കിൽ ഈ കാളിമ അതിനെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല, അതിനെ നിരോധിക്കണം. അതാണ് വേണ്ടത്. അതാണ് ഈ രാവണന് ഒരുപാട് തരം ക്വാളിറ്റീസ് ഉണ്ടായതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. രാവണന് ഏറ്റവും വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നത് രാജ്യതന്ത്രത്തിലും ഭക്തിയിലുമുള്ള ക്വാളിറ്റി. ശിവനെ പൂജിക്കുന്നതിൽ ഒരു ദിവസം പോലും മുടക്കം വരുത്തില്ല. ആദിവ്യാധി മൂത്തിരിക്കുന്ന സന്ദർഭത്തിലും തലയിൽ കുറച്ച് വെള്ളം കുടഞ്ഞതിന് ശേഷം ശിവനെ പ്രാർത്ഥിക്കും. ആ സ്നേഹമാണ് ശിവൻ അദ്ദേഹത്തോടുള്ളത്. എന്നിട്ടോ ഈ രാവണനോട് ഇന്ദ്രജിത്ത് പറയുമല്ലോ, അത് CN ശ്രീകണ്ഠനാരുടെ ലങ്കാലക്ഷ്മിയിലുണ്ട്. ഇന്ദ്രജിത്ത് പറയും, അച്ഛാ ഇനി അച്ഛൻ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തോ എന്ന് പറയും. ഇനി അച്ഛൻ റെസ്റ്റ് എടുത്തോ, ഞാൻ ദേവേന്ദ്രനെ പരാജയപ്പെടുത്തി, അച്ഛൻ അറിഞ്ഞില്ലേ, ഞാൻ ദേവേന്ദ്രനെ പരാജയപ്പെടുത്തി, ഇനി കുഴപ്പമില്ല, ഇനി ഇടയ്ക്കൊക്കെ ഞാൻ രാജ്യവും വേണമെങ്കിൽ ഭരിക്കാം എന്ന് പറഞ്ഞു. ലങ്ക പോലുള്ള വലിയ രാജ്യമാണ്. അപ്പോൾ രാവണൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയുന്നൊരു ഡയലോഗ് CN ശ്രീകണ്ഠനാർ എഴുതിയിട്ടുണ്ട്. ഇന്ദ്രനെ ഇടനാഴിയിലിട്ട് വലിക്കാൻ ഏത് ചെറുപ്പക്കാരനെ കൊണ്ടും പറ്റും, പക്ഷേ തലയിൽ നര ചൂടണമെങ്കിൽ കാലം കഴിയുക തന്നെ വേണം എന്നാണ്. ഇങ്ങനെ പറയാൻ പാകത്തിനുള്ള തത്വബോധമുള്ള ആളാണ്. എക്സ്പീരിയൻസിന് വല്ലാത്ത വിലയുണ്ട്. അതുകൊണ്ടാണ് HMൻ്റെ പ്രൊമോഷനൊക്കെ വരുമ്പോൾ സർവീസ് കൂടുതലുള്ള ആളാണ് നോക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് നോക്കുന്നത്. കാരണം എക്സ്പീരിയൻസിന് അത്രയും വിലയുണ്ട്. മറ്റത് കുറച്ച് എളുപ്പമാണ്, അല്ലേ? മറ്റത് എളുപ്പമാണ്. അതുപോലെ അല്ല ഇത്, വ്യത്യാസമുണ്ട്. അങ്ങനെ ഒരു ജീവിത ദർശനം കൂടെ പകർന്നു കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ കർമ്മത്തിന് അതിൻ്റെ പ്രാധാന്യം കൃത്യമായി ഉണ്ട് എന്ന ബോധ്യം ഇവിടെ വെച്ചാൽ അങ്ങനെ ഒരു ബോധ്യമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകത, ഈ രാമായണത്തിൽ ഒരേ സമയം രജോ ഗുണവും തമോ ഗുണവും ഒക്കെ കാണിച്ചു തരും, സത്വഗുണം കാണിച്ചു തരും. എന്നാൽ ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്ത നിർഗുണ രൂപമായ, നിർഗുണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമായ ക്രിസ്റ്റൽ ക്ലിയറായ ഹനുമാനെയും കാണിച്ചു തരും. ആണ് പ്രത്യേകത. ഹനുമാനെയും കാണിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കെങ്കിൽ നല്ല വൈയാകരണൻ വടു നിർണയം. ഈ വടുവായി നിൽക്കുന്ന മനുഷ്യന് വേണ്ടി വന്നാൽ ഭീമാകരസ്വരൂപിയായി മാറുകയും ത്രൈലോക്യനാഥനായ രാമനെയും ചരപ്രകൃതിയുടെ ഏറ്റവും വലിയ പ്രത്യേകമായിട്ടുള്ള ഭുജംഗ പ്രത്യേകതയുള്ള ലക്ഷ്മണനെയും തോളിലെടുക്കാൻ, കാലത്തെ തോളിലെടുക്കാൻ കഴിവുള്ളവനായ നിർഗുണാചാര്യനായ ഹനുമാൻ. കാലത്തിൻ്റെ സിമ്പലാണ് ലക്ഷ്മണൻ. കലാഹിന എന്ന് ചുമ്മാ എഴുതിയതല്ല. കാലമാകുന്ന സർപ്പത്താൽ
കാലത്തിൻ്റെ പുറത്ത് കിടക്കുന്നവനാണ് കാലപൂരുഷൻ. കാലപുരുഷൻ അതിനെ നിയന്ത്രിക്കുന്നു. ഇവർ രണ്ടുപേരെയും വേണമെങ്കിൽ തോളിലെടുത്ത് മല കയറാൻ, സർവ്വജീവിതത്തിൻ്റെയും സങ്കീർണതകളുടെ പാറക്കെട്ടുകൾ ചവിട്ടിക്കയറാനുള്ള സിദ്ധിയുള്ള ആളാണ് ഈ ഹനുമാൻ. എന്നുവെച്ചാൽ എൻ്റെ പവർ ഇതാണ് എന്ന് രാമനെ കാണിച്ചു, എന്നെ വിശ്വസിക്കാം, ഞാൻ നിങ്ങളെ സഹായിക്കും, ഞാൻ നിങ്ങളുടേതാണ് എന്ന ബോധം. അതുകൊണ്ടാണ് ഒരു പുഷ്കര നേത്രയെ ഹനുമാനെ നീ കണ്ടായല്ലേ എന്നാണ് രാമൻ്റെ ആദ്യത്തെ ചോദ്യം. എന്നിലും നിന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ. കാരണം കാറ്റ് പോയാൽ പിന്നെ ഡോക്ടർ പറയും മാവ് വെട്ടിക്കൊള്ളാൻ പറയും, ശേഖരമുള്ള പോയി മാവ് വെട്ടിക്കൊള്ളാൻ പറയും. അപ്പോൾ അതുകൊണ്ട് കാറ്റുള്ളിടത്തോളം കാലമാണ് ഈ കറക്കം മുഴുവൻ. അപ്പോൾ നിന്നിലും എന്നിലും ഉണ്ട് എല്ലാ നേരവും ഇവൻ. ഒരു നേരം ലീവ് എടുക്കുന്നില്ല, എല്ലാ നേരവും ഉണ്ട്. ആ ഹനുമാനെ ഒരു നവരത്നമാല കൊടുത്ത് തൂക്കാൻ നോക്കിയപ്പോൾ ഹനുമാൻ അത് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടമുള്ള ആളിന് കൊടുക്കാൻ പറഞ്ഞു. ഭർതൃമുഖാബ്ജവും മാരുതി വക്ത്രവും മധ്യേ മണിമയമാകിയ മാല്യവും. അതാണ് ഭർതൃമുഖാബ്ജം എന്നുവെച്ചാൽ ഈ നിത്യനൈരന്തര്യ ജീവിതത്തിൻ്റെ പ്രതീകമായി സ്ഥിതിരൂപനായ വിഷ്ണു ഒരു വശത്ത്, ഇതിലൊന്നും തൊടാതെ സമുദ്രത്തിൽ കാല് നനച്ചു പോയ ശ്രീരാമനും ജന്യമരണ ജലനിധിയെ വിരവുട് കടക്കാൻ കെൽപ്പുള്ള ഹനുമാനും ഇപ്പുറത്ത്, കടന്നു വന്നവൻ ഇപ്പുറത്ത്. ലൗകികതയുടെ സിമ്പലായ നവരത്നമാല 9 ആഗ്രഹങ്ങളുടെ നവാഗ്രഹങ്ങളുടെ സിമ്പലായ മാല നടുക്ക്. ഇതാർക്ക് കൊടുക്കുമെന്നാണ്? അത് നിർഗുണ രൂപനായ ഹനുമാന് കൊടുക്കുന്നു. നിർഗുണ രൂപനായ ഹനുമാന് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് തന്നെ പൊട്ടിച്ച് കളയുകയും, നിങ്ങൾക്ക് ഈ രത്നം വലിയ അമൂല്യമായിരിക്കാം, എനിക്കിത് ഒന്നുമേ അല്ല. കാരണം എന്താ? എൻ്റെ ഉള്ളിലിരിക്കുന്നു നിങ്ങൾ, അതിനേക്കാൾ വലിയ മൂല്യമൊന്നും എനിക്ക് വേറെ ഒന്നിലുമില്ല എന്ന് കൽപ്പിക്കുന്ന ഹനുമാനെ കാണിച്ചു തരുന്നു. അഷ്ടഗുണവും നിങ്ങൾക്കറിയാം. അണിമ ഗരിമ പോലെയുള്ള ഗുണവിശേഷങ്ങളുള്ള ആളാണ്. ഈ കടലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ സുരസ നാഗമാതാവ് വരും. നാഗം നിങ്ങൾക്കറിയാം, കാമത്തിൻ്റെ സിമ്പലാണ്. ആ നാഗത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുറ്റിയ ഇനം എന്നാണ് ഇന്ന് വിചാരിക്കണം. ഏറ്റവും വലിയ നാഗമാതാവ് വന്ന് വാ തുറന്ന് നിൽക്കുക. അപ്പോൾ ഹനുമാൻ പറയുന്നുണ്ട്, ഞാൻ വേറൊരു കാര്യത്തിന് പോവുകയാണ്, വന്ന ഉടനെ ഫ്രൈ ആയിക്കോളാം. അപ്പോൾ പറഞ്ഞു അത് വേണ്ട, വാനരന്മാരാണ്, പറഞ്ഞ വാക്കിന് വിലയില്ല, ഇന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് മറന്നു പോകും, അതുകൊണ്ട് വേണ്ട, നീ ഇപ്പോൾ എൻ്റെ വാക്യകത്ത് കയറിയാൽ മതി. വാക്യകത്ത് കയറുക എന്നുള്ളത് കൊണ്ട് സുരസ ഉദ്ദേശിച്ചത് ഭക്ഷണമാവുക എന്നാണെങ്കിൽ ഈ ഹനുമാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല വൈയാകരണൻ വടു, ലിംഗ്വിസ്റ്റിക്സിൽ അപാര പണ്ഡിതനാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ സെൻസ് മനസ്സിലായി. 10 യോജന, 20 യോജന, 30 യോജന, 50 യോജന വാപിളർന്നിടിനാൾ എന്ന് പറയുമ്പോൾ ഒരുത്തൻ കൂടുതലങ്ങ് വലുതായി പോകാൻ നിന്നാൽ അവൻ്റെ മുമ്പ് സ്വല്പം ചെറുതായി കൊടുത്താലും പ്രശ്നമില്ല എന്നുള്ള. 50 യോജന വാപിളർന്നിടിനാൾ എന്നാണ്. വലിയ ഷട്ടർ പോലെ തുറന്നു വച്ചിരിക്കുക. അടയ്ക്കണമെങ്കിൽ ഒന്നിൽ അടുത്തിരിക്കുന്ന കമ്പി എടുത്ത് താക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കണം. അല്പം സമയമെടുക്കും. ആ സമയത്ത് അത് പൊഴുതു പവനസുതൻ അതികൃശരീരനായി അങ്കുഷ്ടതുല്യനായി ഉൾപ്പൊക്കരില്ല. ഇപ്പോഴും നമ്മളൊരാളിനെ പറ്റിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്, അല്ലേ? മലയാളി ഇതുവരെ ആ സിമ്പൽ വിട്ടിട്ടില്ല. അങ്കുഷ്ട, തർജനി, മധ്യമ, ഉത്തമ, കനിഷ്ഠ. കനിഷ്ഠ എന്ന് വെച്ചാൽ നമ്മളെ കടശി. എൻ്റെ അമ്മൂമ്മ പണ്ട് നാട്ടിലെ ആളുകളുടെ പറയുമായിരുന്നു, ഞാൻ അമ്മൂമ്മയുടെ വീട്ടിൽ നിൽക്കാൻ പോകുമ്പോൾ നാട്ടിലെ ആൾ, ഇതെൻ്റെ കടശീലത്തെ മോളെ മൂത്ത മോൻ എന്ന് പറയും. കനിഷ്ഠ. ഈ അങ്കുഷ്ടതുല്യനായി ഉൾപ്പൊക്ക് 4 കറക്കം കറങ്ങി തിരിച്ചു വന്നു. സാധാരണ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? പോടി, മനസ്സിലായോ ഞാൻ ആരാണെന്ന്? നിനക്ക് എന്നെ വിഴുങ്ങാൻ പറ്റില്ലല്ലോ എന്നല്ലേ ചോദിക്കുള്ളൂ. പക്ഷേ ഹനുമാൻ്റെ ക്വാളിറ്റിയാണ് അവിടെ എഴുത്തച്ഛൻ കാണിച്ചു തരുന്നത്. ഒരാളിനെ പരാജയപ്പെടുത്തുമ്പോൾ പോലും ശൃണു സുമുഖി സുരഭിലപരെ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗ മാതാവേ എന്ന മുസ്തുതേ. അമ്മയെന്ന് വിളിച്ചാൽ വീഴാത്ത ഒരു സ്ത്രീയും ഇല്ല, ഒരു സ്ത്രീയും ഇല്ല. പണ്ട് വിവേകാനന്ദ ഒരാൾ അമ്മയെന്ന് വിളിച്ച് വീഴ്ത്തിയതാണ്. നിങ്ങൾക്കറിയാമോ കഥ? അറിയാമല്ലോ. ലോകസുന്ദരിയായ ഒരു സ്ത്രീ വന്ന് വിവേകാനന്ദനെ പറഞ്ഞു, അങ്ങയുടെ ചൈതന്യത്തിലൊരു പുത്രൻ എനിക്കുണ്ടായെങ്കിൽ എത്ര നന്നായേനെ എന്ന്. വിവേകാനന്ദൻ പറഞ്ഞ പാടെ കാലിൽ വീഴ് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അമ്മയെ എന്നെ അനുഗ്രഹിച്ചാലോ എന്ന്. വിവേകാനന്ദനോടെയാണ് കളി.
അമ്മ എന്നെ അനുഗ്രഹിച്ചാലോ എന്ന്. ബെർണാൻ ഷാ വേറൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. ഒരു സുന്ദരിയായ സ്ത്രീ വന്ന് പറഞ്ഞു എന്ന് ബെർണാൻ ഷായുടെ അടുത്ത്, അങ്ങയുടെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞ് നമുക്ക് ജനിച്ചാൽ അവൻ വളരെ പ്രശസ്തനാകുമെന്ന്. ബെർണാൻ ഷാ പറഞ്ഞു, നേരെ തിരിച്ച് സംഭവിക്കാം. നിൻ്റെ ബുദ്ധി എൻ്റെ സൗന്ദര്യമാണെങ്കിൽ അവൻ ലോക വേസ്റ്റായിരിക്കും, അതുകൊണ്ട് നീ വന്ന വഴി പോകുമെന്ന് പറഞ്ഞു. അത് മഹത്തുക്കൾക്ക് എപ്പോഴും പെട്ടെന്ന് സാരസ്വത കടാക്ഷം ഉണ്ടാകും. അത് പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്യുകയും ചെയ്യും. എന്നുവെച്ചാൽ ഈ ഹനുമാനെ ഇത്രയേറെ ഗുണങ്ങളുള്ള ഹനുമാൻ ഒരല്പം താൻ പോരിമ വിചാരിച്ച സന്ദർഭത്തിൽ ഹനുമാനെ തിരുത്തിയ ശിവൻ്റെ കഥയും നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരിക്കലും എന്തോ ഇവിടെ സംസാരിച്ച് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഈ കമണ്ടലോയിൽ ചൂടാരത്നം കൊണ്ടിട്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഋഷിയുടെ രൂപത്തിൽ വന്ന് ശിവൻ പറഞ്ഞ് അതിലിട്ടിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ 100,000 കമണ്ടലോയിൽ കണ്ടു. അപ്പോൾ ചോദിച്ചു, ഇതിലേതാ എൻ്റെ എന്ന് ചോദിച്ചപ്പോൾ അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. ഇവിടുന്ന് ചാടിയവന്മാരെല്ലാവരും ഇതുപോലെ ഓരോ രത്നം കൊണ്ട് ഇട്ടിട്ട് പോയി, ആരും വന്ന് എടുക്കാൻ വന്നില്ല, നീയാണ് എടുക്കാൻ വന്നത്, നിൻ്റെ നോക്കി എടുത്തിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി ഇത് ദിവ്യനായ ആരോ ആണ്, പരീക്ഷിക്കരുതേ, എനിക്ക് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കാനുള്ളതാണ് എന്ന് പറയും. അദ്ദേഹം ഇത് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ എന്ന് വന്നതല്ലേ, ആ ഗുണം കാണിക്കണ്ടേ, ഞാനത് ഇപ്പം തിരുത്തണ്ടേ എന്ന് ചോദിച്ചു എന്നാണ്. ആണെൻ്റെ പ്രത്യേകത. ശങ്കരാചാര്യർ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ, നാങ്കളെ കുപ്പയിൽ നട്ടൊരു മല്ലിപ്പൂവല്ലോ നിങ്ങളെ ദേവന് മാല, നാങ്കളെ കുപ്പയിൽ നട്ടൊരു വാളപ്പളമല്ലോ നിങ്ങളെ ദേവന് പൂജ എന്ന് ചോദിച്ച് ജാതീയതയുടെ അതിർവരമ്പുകളെ ലംഘിക്കാൻ വേണ്ടി സമരം ചെയ്ത ആദ്യത്തെ ഈശ്വരനാണ് ഇരിക്കുന്ന ശിവൻ. എന്നുവെച്ചാൽ എനിക്കങ്ങനെ തരതമ ഭേദമില്ല എന്ന് തെളിയിച്ച ആളാണ് ഈ ആദ്യത്തെ ഈശ്വരനാണ് ശിവൻ. ആരെയും അകറ്റി നിർത്തേണ്ടതില്ല എന്ന് ആദ്യം പഠിപ്പിച്ച് ഈ അസുരന്മാർക്ക് മുഴുവൻ വരം കൊടുത്ത ആളാരാ പണ്ട്? എല്ലാവർക്കും ഹോൾസെയിൽ വരം കൊടുത്ത ആളാണ് ശിവൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഭക്തിയിലെ നിർമ്മലത്വം മാത്രമേ അദ്ദേഹം നോക്കുകയുള്ളൂ, ഏതിനമാണെന്നൊന്നും നോക്കൂല. നിർമ്മലമായ ഭക്തി. രാവണൻ നിങ്ങൾക്കറിയാം, ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചിട്ട് അവസാനത്തെ തലയെ ഇറക്കാൻ പോയപ്പോൾ ചെയ്യരുതെന്ന് പറഞ്ഞു. കാരണം ഭക്തനുണ്ടാകുന്ന ഏതൊരു ഹാനിയും ഭഗവാന്റെയാണ് എന്നാണ്. ആ തത്വം ഉള്ളിൽ വെച്ചുകൊണ്ട് കോമരം എന്ത് ചെയ്യുന്നത്? സ്വയം വെട്ടുന്നത്. അതിൻ്റെ പ്രത്യേകത ഇപ്പോഴും അതുണ്ടല്ലോ. സ്വയം വെട്ടുന്നത് അതുകൊണ്ടാണ്, എൻ്റെ ശിക്ഷയാണ്. മയാ കുൾപ്പ എന്ന് പറയില്ല, എൻ്റെ പിഴ എന്ന് പറയുന്നത് ഈ സെൻസിലാണ്. ഞാനാണ് അതിൻ്റെ ഉത്തരവാദി. ഇവിടെ ഹനുമാൻ്റെ ഏറ്റവും വലിയ ഗുണമായിട്ട് പറയുന്ന ഒരു സന്ദർഭം, ഹനുമാൻ എന്താണോ പറഞ്ഞു വിടുന്നത് അതുമാത്രമല്ല, എന്താണോ സ്വയം ചെയ്യാൻ കഴിയുന്നത് അതുകൂടി ചെയ്തിട്ട് തിരിച്ചു വരുന്ന ആളാണ്. തന്നെ പിടിച്ചു കിട്ടി, ഓക്കെ, വാലിൽ തീ കൊളുത്തി എന്നുള്ളത് ഒരിക്കലും ദൂതനെ മുറിവേൽപ്പിച്ചോ പൊള്ളിച്ചോ വിടാൻ പാടുള്ളതല്ല. വാലിൽ തീ കൊളുത്തിയ സന്ദർഭത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണ്. എവിടെയൊക്കെ ചെന്നിരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ചെന്നിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ദുഷ്ചെയ്തികൾ തിരിച്ച് നമ്മളെ തന്നെ നമ്മുടേതിനൊക്കെ തന്നെ ചുട്ടുകരിക്കാൻ പ്രാപ്തമാകും. രാവണൻ കൊളുത്തിയ തീ കൊണ്ടാണ് ലങ്ക ചുട്ട് പൊട്ടിപ്പോയത്. ഹനുമാൻ കൊളുത്തിയ തീ അല്ല അത്. രാവണൻ ആരൊക്കെ ഹാനി ഉണ്ടാവണമെന്ന് വിചാരിച്ച് കൊളുത്തിയോ അയാൾക്ക് ഹാനി ഉണ്ടാകാതിരിക്കുകയും രാവണൻ്റെ ലങ്ക കരിഞ്ഞു പോവുകയും പിന്നെ ഹനുമാൻ യാതൊരു പൊള്ളലുമില്ലാതെ തിരിച്ചു വരികയും ചെയ്തു. യോഗിക്ക് ജീവിതത്തിൻ്റെ സകല അഗ്നിയെയും മീളാൻ പറ്റും. സീതയെ അഗ്നിയിലേക്ക് പ്രവേശിക്കണം എന്ന് പറയുന്ന സന്ദർഭത്തിൽ സീതയ്ക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു. കാരണം അഗ്നിദേവൻ സീതയോടുള്ള ആദരവ് കൊണ്ട് അഗ്നിദേവൻ മാറിക്കൊടുത്തു എന്നാണ് പറയുന്നത്. കാരണം അത്രയേറെ സംശുദ്ധയായ സ്ത്രീയാണ് വരുന്നത്. ഇനി നാടോടി രാമായണത്തിലെ കഥയുണ്ട്. നാടോടി രാമായണത്തിൽ രാമൻ ഊർമിളയെ നമസ്കരിക്കുന്നൊരു രംഗമുണ്ട്. അപ്പോൾ അത് വേണമോ എന്ന് സീത ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി, ഗൃഹസ്ഥയായ സ്ത്രീയെ ആദരിക്കാനുള്ള മനസ്സ് കൂടി ഉണ്ടാകുമ്പോഴേ നമ്മൾ മര്യാദാ പുരുഷോത്തമന്മാരാകുന്നുള്ളൂ എന്നാണ്. ഇവിടെ വീട്ടിൽ ചെന്ന് ഉടനെ ചോദിക്കുന്നത്, നിനക്കിവിടെ എന്തൊരു ജോലി എന്നാണ് ആദ്യം ചോദിക്കുന്നത്. അവർ 2 ദിവസം ഒന്ന് സുഖമില്ല കടന്നു നോക്കണം, അപ്പോഴറിയാം. ഇത് തിരിച്ചറിഞ്ഞ ആളാണ് രാമൻ. എന്നിട്ട് സീതയോട് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചല്ലോ, വല്ലതും മൂലഫല ജലാഹാരങ്ങൾ വല്ലപോച്ചിഷ്ടം എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതൊക്കെ പറഞ്ഞിട്ട് പാണിഗ്രഹണ മന്ത്രാർത്ഥം എന്താണെന്നൊക്കെ എനിക്ക് പറഞ്ഞത്, നീ ഇറങ്ങി തിരിച്ചു. അവൾക്കും അവകാശം ഉണ്ടായിരുന്നു അവളുടെ ഭർത്താവിനോട് പോകാൻ, അവൾ ഇറങ്ങിയില്ല. അതുകൊണ്ടാണ് നമുക്ക് വന്നു കയറാൻ ഒരു വീടുണ്ടായെന്നുള്ള ഓർമ്മ വേണം എന്നാണ്.
അങ്ങനെ ഓർക്കാനുള്ള സിദ്ധി കൂടിയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം. അത് ഈശ്വരനായാൽ പോലും. ശ്രീകൃഷ്ണൻ പറഞ്ഞല്ലോ, സ്യമന്തകമണി ഞാനാണ് കട്ടെടുത്തത് എന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും ഞാൻ കേൾക്കും, പക്ഷേ നീ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. കാരണം ഞാൻ മോഷ്ടിച്ചൊരൊറ്റ കാര്യമേ ഉള്ളൂ, നിൻ്റെ ഹൃദയം മാത്രം. വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല, ലോകത്തിലെ ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ നീ പറഞ്ഞല്ലോ, നിങ്ങൾ സ്വർണം കൊണ്ടുവന്ന് ഇവിടെ പൂഴ്ത്തി വച്ചിരിക്കുന്നു, ജനം പറയുന്നു എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല എന്ന്. നിനക്ക് വേണ്ടിയെങ്കിലും ഞാനിത് തെളിയിക്കും എന്ന് പറഞ്ഞാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ആണെന്ന് പ്രത്യേകത. സ്നേഹം അവിശ്വസിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ ഭാഗ്യഹീനനായി മാറുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെ എവിടെയോ ഇരുന്ന് ആരോ ഒരാൾ സ്നേഹിക്കുന്നു എന്നറിയുന്നതാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് രാമൻ കൃത്യസമയത്ത് എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഭരതൻ അവിടെ ഇരിക്കുക. ഭരതൻ കർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സിമ്പലാണ്. സുമിത്ര ഏറ്റവും വലിയ തത്വബോധത്തോടുകൂടി മക്കളെ വളർത്തുന്ന ഏറ്റവും വലിയ ജ്ഞാനനിർമ്മിതിയുടെ സിമ്പലാണ്, സൗശീല്യത്തിൻ്റെ സിമ്പലാണ്. 2 ദിവസം ഇവിടെ നിന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഭരതൻ പറയുമല്ലോ, പറ്റൂല. എന്താ? അല്ല, രാമൻ പറയും പറ്റൂല. ഭരതൻ അവിടെ ജടാവൽക്കലാദികൾ ധരിച്ചിരിക്കുകയാണ്, എന്നെപ്പോലെ. എനിക്ക് ചെന്നിട്ട് വേണം. ചെല്ലുമ്പോഴാണ് രാമായണത്തിൽ പറയുമല്ലോ സാറേ, ശ്മശ്രു നികൃന്തകന്മാരെ വരുത്തിന എന്നാണ് അല്ലേ? ശ്മശ്രു നികൃന്തകൻ എന്ന് വെച്ചാൽ പേടിക്കൊന്നും വേണ്ട, കേട്ടിട്ട് ബാർബർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ മീശ മുളയ്ക്കാത്ത ആൾ. ഒരിക്കൽ എനിക്കൊരു 18 വയസ്സൊക്കെ ഉള്ളപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ പോകുമ്പോൾ കൈലാസനാഥ തീർത്ഥപാത എന്നൊരു സ്വാമി പറഞ്ഞത്, എനിക്കൊന്ന് കരിക്കകം ക്ഷേത്രത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അനാഗത ശ്മശ്രുവായ ഈ കുട്ടിക്ക് എൻ്റെ എല്ലാവിധമായ ആശംസകളും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ അനാഗത ശ്മശ്രു എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എന്തോ കടുത്ത ഭാഷയിൽ വഴക്ക് പറഞ്ഞായിരിക്കും എന്ന് വിചാരിച്ചിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് മനസ്സിലായി, ഇത് മീശ മുളയ്ക്കാത്ത ഈ ചെറുക്കന് എല്ലാവിധമായ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ അർത്ഥമെന്ന്. അപ്പോൾ ഈ എന്താണ്, ഈ ശ്മശ്രു നികൃന്തകന്മാരെ വരുത്തി ഇതിന് ജടാഭാര ശോധനയൊക്കെ ചെയ്യുന്നതിനെക്കുറിച്ചുണ്ട്. അങ്ങനെ അവർ തിരിച്ചു വരുമ്പോൾ ദീപാവലി കത്തിച്ചതിനെക്കുറിച്ചുണ്ട്. ഈ ഇങ്ങനെ വന്നതിന് ശേഷം രാമൻ്റെ തല കണ്ടു ഭരതൻ. രാമനിവിടെ നോക്കുമ്പോൾ അഗ്നികുണ്ട എരിഞ്ഞുകൊണ്ടിരിക്കുക. കാരണം സമയം താമസിച്ച് ചാടാൻ കണക്കാക്കി. അപ്പോൾ ലക്ഷ്മണനോട് രാമൻ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് പറഞ്ഞു നിന്നോട്? നീ പറഞ്ഞല്ലോ നല്ല ഭംഗിയാണ്, സ്വർണ്ണം, മതിൽ പോലും സ്വർണ്ണമാണ്, നമുക്കിവിടെ 2 ദിവസം കൂടെ നിന്നിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ എന്ത് പറഞ്ഞു? ജനനീയ ജന്മഭൂമിച്ച സ്വർഗാദപീകരീയസി, വാ കൂടെ എന്നല്ലേ പറഞ്ഞത്. അതാണ് എൻ്റെ പ്രത്യേകത. വന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇവനെ നഷ്ടപ്പെടുമായിരുന്നു. നിനക്ക് ത്യാജഗ്രാഹ്യ വിവേചന ബോധമുള്ളൊരു ചേട്ടനെയും എനിക്ക് സ്നേഹസൗശീല്യങ്ങളുള്ള ഒരു അനിയനെയും നഷ്ടപ്പെടുമായിരുന്നു. അതുകൊണ്ടാണ് ഞാനിഞ്ഞ് വന്നതെന്ന് പറയും. ബന്ധങ്ങൾക്ക് കൽപ്പിക്കുന്ന വില ആണ് എൻ്റെ പ്രത്യേകത. ഇന്നത്തെ കാലത്താണെങ്കിലോ, ഞാൻ വരാൻ താമസിച്ചാൽ അവൻ തീ ചാടിച്ചാവും, അപ്പോൾ അവൻ്റെ ഷെയർ കൂടി എനിക്ക് എന്ന് ചിന്തിക്കുന്ന ആളാണ് കൂടുതലും. എൻ മകൻ എന്ത് ദുഃഖിപ്പാൻ അവകാശം, നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ എന്ന് കൈകൈ പറയുമ്പോൾ ഭരതൻ കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാമോ? എന്താ? ദുർഭഗേ മൂഢേ ദുർവൃത്ത മാനസേ കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ. മൊത്തം ചീത്തയാണ്. മലയാളം ഒന്നും ഞാൻ പറയുന്നില്ല, ഇതിൻ്റെ ഗംഭീര ചീത്തയാണ് മലയാളത്തിൽ. 3-3.25 കിലോ വരും ഓരോന്ന്. അപ്പോൾ ഞാനിതൊന്നും ഇതിൻ്റെ അർത്ഥം പറയുന്നില്ല. കഷ്ടമോർത്തോളം കഠോരശീലേ ഖലേ, നിന്നോടെ ഗർഭത്തിൽ വന്ന് ഭവിച്ചത് കാരണം ഞാൻ തൊലഞ്ഞുപോയി എന്നാണ്. എനിക്കിനി നരകങ്ങൾ പോലും കിട്ടില്ല. വല്ല കണക്കിന് ഞാൻ മരിച്ചിടുവാൻ, വിഷം കുടിച്ച് മരിക്കും, അല്ലെങ്കിൽ തീ ചാടി ഞാൻ മരിക്കും. എനിക്കിനി ജീവിക്കണ്ട, നിൻ്റെ ഗർഭത്തിൽ ഞാൻ വന്ന് ജനിച്ചല്ലോ ആണ് എന്ന് ഒരു വലിയ ഭാഗ്യം. അയോധ്യ പോലെ ഒരു ഗോൾഡൻ ഗിഫ്റ്റ് എടുത്ത് കൈ നീട്ടിക്കൊടുക്കുക, അതിനെ ത്യജിച്ചുകൊണ്ടും രാമനിലേക്ക് ഹൃദയം ഉറപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് യോഗിക്കേ പറ്റൂ. ആണെൻ്റെ പ്രത്യേകത, അതാണ് അതിൻ്റെ ഗുണം. എന്നിട്ട് പിന്നെ ഈ ദുർവൃത്ത മാനസേ ദുഷ്ട എന്നൊക്കെ വേറെ ഒരാൾ വിളിച്ചിട്ടുണ്ട്. ആര്? വസിഷ്ഠൻ. എപ്പോൾ? വൽക്കല ഉടുക്കാൻ പറയുമ്പോൾ, ഗാഠം ഉടുക്കുന്നത് എങ്ങനെ എന്നോർത്ത് നിൽക്കുന്ന സീതയുടെ രംഗമൊക്കെ നിങ്ങൾക്കറിയാം. ആ രംഗമുണ്ട്, അത് പോട്ടെ. ആ ഭരതൻ പറയുന്നുണ്ട്, ഞാൻ ചേട്ടനെ വിളിക്കാൻ പോവുകയാണ്, ഞാൻ വിളിച്ചുകൊണ്ടുവരാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഭരതൻ വിളിക്കാൻ പോകുമ്പോൾ ലക്ഷ്മണൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് പൂ പറിച്ചുകൊണ്ടിരിക്കുക, ഉഷപൂജയ്ക്കുള്ള പൂ പറിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പൊടിപടലങ്ങൾ കണ്ടു, കൊടിയടയാളം കണ്ടു. ചുമന്ന കൊടിയാണേ, ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിത ധ്വജങ്ങളും എന്ന് പ്രത്യേകിച്ച് രാമായണത്തിലുണ്ട്. അപ്പോൾ ചുമന്ന കൊടി എന്ന് പറയാൻ കാരണം ചുമപ്പിന് തരംഗ ദൈർഘ്യം കൂടില്ല, അത് കാണാൻ പറ്റും.
കൂടുതൽ ദൂരത്തിൽ. ഇങ്ങനെ ഒരു സന്ദർഭം പറയേണ്ടി വരും എന്നുള്ളതുകൊണ്ടാണ് എഴുത്തച്ഛൻ ആദ്യം തന്നെ ചുമന്ന കൊടിയാണെന്ന് ആദ്യമേ പറഞ്ഞത്. അത് ഇപ്പോഴത്തെ അർത്ഥമായിട്ട് ചേർക്കണ്ട അതിനെ. അതിനുശേഷവും അധികാരം എന്താ ചെയ്തത്? അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആ നിറം ഉപയോഗിച്ചു പലതിനും. നീ ചുമന്ന ബീക്കൺ ലൈറ്റ് വെച്ച കാറായിരുന്നു ഈ അടുത്ത കാലം വരെ മന്ത്രിമാരുടെ കാറിൻ്റെ മുകളിലുണ്ടായിരുന്നത്. എന്നാൽ അവർക്ക് താഴെ ഭരിക്കുന്ന ആളുകൾക്ക് അങ്ങനെയല്ല കൊടുത്തിരുന്നത്, നീല ലൈറ്റാണ് കൊടുത്തിരുന്നത്. IAS-കാർക്കൊക്കെ ചീഫ് സെക്രട്ടറിക്ക് മാത്രമേ ചുമന്ന ലൈറ്റുള്ളൂ. എന്താ കാരണം? പുള്ളി ക്യാബിനറ്റിൽ കൂടെ ഉണ്ട്. ആണെൻ്റെ പ്രത്യേകത. ക്യാബിനറ്റിലുള്ള ആളാണ് ചീഫ് സെക്രട്ടറി. അതാണെൻ്റെ പ്രത്യേകത. ഇതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്ത് കാണണം, ജീവിത ദർശനമാണല്ലോ. എന്നിട്ട് ലക്ഷ്മണൻ ഓടി വന്ന് പറയണം, ചേട്ടാ ഭരതൻ വരുന്നുണ്ട്, ഭരതൻ ചേട്ടൻ വരുന്നുണ്ട്. ആരെ? പടയുമായിട്ടാണ് വരുന്നത്. കാരണം ഇവിടെ രാമനെ കാണാൻ വരുന്ന പറയുമ്പോൾ പഞ്ചായത്ത് മുഴുവൻ ഇളവിഞ്ഞ് പോകുന്നതാണ്. ഇത് ലക്ഷ്മണൻ അറിഞ്ഞുകൂടാ. ലക്ഷ്മണൻ പറയുന്നുണ്ട്, എല്ലാവരും കൂടെ വരുന്നുണ്ട്, നമ്മളെ പരാജയപ്പെടുത്തിക്കൊള്ളാം, ചേച്ചിയെ മാറ്റിക്കോ അവിടുന്ന് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീരാമൻ പറയും, ആര്? ഭരതനോ? അവ എന്നെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞായിരിക്കും, ഞാൻ പോവില്ല. അവ എന്നെ അല്ലല്ല, രാജാധികാരമൊക്കെ കിട്ടിയില്ലേ, എന്തും ചെയ്യാമല്ലോ. അപ്പോൾ പറയുന്നുണ്ട്, അവനെ നിന്നെപ്പോലെ തന്നെ ഞാൻ വളർത്തിയല്ലേ, എൻ്റെ കുട്ടി എനിക്കറിയാം, അവനങ്ങനെയൊന്നും ചെയ്യില്ല. എന്നല്ല, നീ വരുമ്പോൾ നോക്കിക്കോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഒരു ചേട്ടന് സഹോദരനോടുള്ള ഇൻറ്റിമസി എങ്ങനെയാണ്, സഹോദരനെ എങ്ങനെയാണ് ഒരു ചേട്ടൻ അനിയനെ എങ്ങനെയാണ് വായിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റും. വന്നുടനെ കാലിൽ വീണ് നമസ്കരിച്ചിട്ട് പറയും, എന്തിനാ ഇങ്ങ് വന്നത്? അച്ഛൻ്റെ കാലം കഴിഞ്ഞ് രാജ്യത്തെയും ഞങ്ങളെയും സംരക്ഷിക്കാൻ വേണ്ടി അവിടെ രാജാവായി തുടരാതെ എന്തിനാ അങ്ങിഞ്ഞ് പോന്നത് എന്ന് ചോദിച്ച് കരയുന്നൊരു സന്ദർഭമുണ്ട്. ലക്ഷ്മണനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ആണ്. എണീപ്പിച്ച് സമാധാനം, ഗുരുഭഗ്നിമാരടക്കം വരുന്നുണ്ട്, ഞങ്ങൾ വിളിച്ചാവും വരും എന്ന് പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ പറയുന്നൊരു വാക്യമുണ്ട്, അച്ഛന് കൊടുത്ത വാക്ക് ലോകത്തെ ഏതിനേക്കാളും വലുതാണ്, വാക്ക് കൊടുത്താൽ അത് പാലിക്കാനുള്ളതാണ് എന്നാണ് ആദ്യം രാമൻ പറയുന്നത്. എന്തിനെ വേണമെങ്കിലും ഞാൻ ഉപേക്ഷിക്കുമെന്നാണല്ലോ പറയുക ആദ്യം. താതാർത്ഥമായിട്ട് ജീവനെ തന്നെയും മാതാവ് തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പൻ, മനസ്സേ ഖേദം അതിനിൽ എനിക്കേതും, രാജ്യമെന്നാകിലും താതൻ നിയോഗികൾ ത്യാജ്യം എന്നാലെന്നറിയ നീ മാതാവേ, ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്ന ചൊല്ലുകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പൻ, അറിയുക നീ, പാവകൻ തങ്ങൾ പതിക്കണമെങ്കിലും ഏവം വിഷം കുടിക്കണമെന്നാകിലും ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യും അച്ഛൻ പറഞ്ഞാൽ. എന്തുകൊണ്ട് ചെയ്യും? താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ, പിത്രാനിയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ, അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഈ കാര്യം എന്നാലെ കർത്തവ്യമല്ല. ആ സെൻസ് മനസ്സിലായല്ലോ. എന്ന് വച്ചടങ്ങുന്നവൻ പിത്രോർ മലവൻ ചൊല്ലുന്നു സത്തുക്കൾ എന്ന് വെച്ചാൽ യവൻ ജനിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് പറയുന്നത്. യുദ്ധമെല്ലാം പരിജ്ഞാതം മയാധുന, ഇതെല്ലാം എനിക്കറിയാം എന്ന തിരിച്ചറിവിലാണ് രാമൻ ജീവിച്ചത്. അതുകൊണ്ടാണ് ലക്ഷ്മണൻ പറഞ്ഞല്ലോ, അച്ഛൻ സ്ത്രീജിതൻ, അച്ഛൻ അങ്ങനെയൊക്കെ പറയും, ചേട്ടൻ അങ്ങനെയൊന്നും കേട്ട് കാട്ടിൽ നിന്നും പോകരുതെന്ന് പറയുന്ന രംഗമുണ്ട്. അപ്പോഴാണ് നേരത്തെ ലക്ഷ്മണ ഉപദേശത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും സത്യമല്ല എന്നും ശരിയായ വഴി ഏതാണ് എന്നുമുള്ള തിരിച്ചറിവ് പകർന്നു കൊടുക്കുന്നതും എന്നുള്ളിലുണ്ടായിരുന്നൊരു സംശയം നിന്നരുളപ്പാട് കേട്ടു തീർന്നു തുലോം. മാതൃഭൂമി പത്രം എന്നോട് രാമായണത്തിലെ ലക്ഷ്മണ ഉപദേശത്തെക്കുറിച്ച് സാർ എന്തെങ്കിലും എഴുതരണം എന്ന് പറയുന്നത് ഞാൻ സ്കൂളിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു, എപ്പോൾ വേണം? സമയമുണ്ട്, അരമണിക്കൂർ കഴിഞ്ഞ് മതിയെന്ന്. സമയമുണ്ടെന്ന് നമ്മൾ പെട്ടെന്ന് വിചാരിക്കും കുറേ കാലം ഉണ്ടെന്ന്. ഞാൻ ഈ ഇൻ്റർവ്യൂവിന് വിടുന്ന 11:15 മണിക്ക് ഇരുന്നാണ് ആ 1.5 പേജ് എഴുതി കൊടുത്തത്. എന്ത് ടൈറ്റിൽ ഇടുമെന്ന് ആലോചിച്ചപ്പോൾ കിട്ടിയ ഞാൻ കൊടുത്ത ടൈറ്റിൽ ലോകത്തോടുള്ള ലക്ഷ്മണോപദേശം എന്നായിരുന്നു. ഇത് ലക്ഷ്മണനോട് രാമൻ പറയുന്നതല്ല, എഴുത്തച്ഛൻ കേരളത്തോട് മാത്രമായി പറയുന്നതുമല്ല, എക്കാലത്തെയും ഉള്ള ലോകരോട് പറയുന്നതാണ്. ക്രോധം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന ജന്തുക്കൾ നിരൂപിക്കും, ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന അമ്രയടിതം കലർന്നിടം ദശാന്തരെ, പ്രസിഡൻ്റോഹം മെമ്പറോഹം അല്ലേ ഗവൺമെൻറ് സെക്രട്ടറി ഓഹം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പലതുമാണെന്ന് വിചാരിക്കും. ഇതൊക്കെ എവിടെ തീരും? ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ലാം, വെന്തുവെണ്ണീറായി കൊറോണയായി തീർന്നിടാം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. കൊറോണ വരും, വല്ലാതെ വരുന്ന ഗോവാല പിടിച്ചോടാന്ന് പറയും, പ്രഷർ കൂടും, നടന്നു പോകുമ്പോൾ തലയിറങ്ങി വീഴും, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോധം പോവും. ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ളതാണ് ഈ മനുഷ്യ ശരീരം. ശരീരത്തെ ഇത് ശരീര എന്നാണ്. ദിവസേന ചത്തുകൊണ്ടിരിക്കുന്നതിനെയാണ് ശരീരം എന്ന് പറയുന്നത്.
നമ്മളൊക്കെ പൗഡർ ഇടുകയും കുളിച്ച് റെഡിയായൊക്കെ നടക്കുകയും ചെയ്യുമ്പോൾ ആലോചിക്കണം ചത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസമായിട്ട്. അത് ആർക്കറിയാം? സാഹിബിനറിയാം. അതുകൊണ്ടാണ് സാഹിബ് എത്ര വയസ്സായോ അത്രയും മെഴുകുതിരി കത്തിച്ചിട്ട് ഊതി അണയ്ക്കുന്നത്. പോയി സാഹിബിനറിയാം. നമ്മളങ്ങനെയല്ല. നമ്മൾ ഒരു തിരി കൂടെ കൂടുതൽ കൊളുത്തും. കാരണം നമ്മുടെ ദർശനത്തിൽ വേറൊരെണ്ണം കൂടിയുണ്ട്. കാക്കയായിട്ട് മൂപ്പിലാൻ വരുമെന്നും കൂടിയാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പുനർജന്മമുണ്ട്. ആ ദർശനം കൂടെ ഉള്ള നമ്മൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് പറയും, സാരമില്ല, വീണ്ടും ഒരു ജന്മം കൂടി ഉണ്ട് എന്നൊക്കെ പറയും. നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാർ ഇടയ്ക്ക് പറഞ്ഞല്ലോ, അദ്ദേഹം അമ്പലപ്പുഴ രാജാവിൻ്റെ മന്ത്രിയായിരുന്നു. ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറയുന്ന ആളാണ്. അതിൽ ഒരു പകുതി പറഞ്ഞെങ്കിൽ നെടലും നിലാവും, ഒരു പകുതി പറഞ്ഞെങ്കിൽ കരിപൂശിയവാവും എന്ന് വിചാരിച്ചോണ്ടാൽ മതി. അത്രയേ ഉള്ളൂ. പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് വേറൊരു ദർശനം കൂടി ഉണ്ട്. അമേരിക്കക്കാരന് അതും ഇല്ല, പടിഞ്ഞാറിന് അതില്ല. പക്ഷെ അതിൻ്റെ അത് വേറൊരു കാര്യമുള്ളത്, ഈ ജീവിതം കൊണ്ട് സാധിക്കേണ്ടത് കൃത്യമായി സാധിച്ച് അവസാനിപ്പിക്കുക തന്നെ വേണം എന്ന് രാമൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടെന്ന് ചോദിച്ചാൽ സസ്യസമ്പൂർണയായി വന്നു പ്രകൃതിയും എന്നൊരു വരിയുണ്ട് രാമായണത്തിൽ. എങ്ങനെ നോക്കിയാലും സസ്യസമ്പൂർണയായി പ്രകൃതി എന്ന് വെച്ചാൽ ഭരണകർത്താവിൻ്റെ ഗുണം പ്രപഞ്ചത്തിൽ പ്രതിഫലിക്കപ്പെടും എന്ന് പ്രാചീന കാലത്തെ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരു മുപ്പാരൊക്കെ ഇതാ മുടിഞ്ഞു എന്ന് പറയാൻ കാരണം ഭൂമി മുടിഞ്ഞ 3 ലോകവും മുടിയും എന്ന വേദാന്തത്തിൻ്റെ തത്വത്തിൽ പിടിച്ചിട്ടാണ്. ആ പ്രകാശം ഉണ്ടാകും എല്ലായിടത്തും. ഇന്ദ്രിയ നിഗ്രഹമുണ്ട് എല്ലാവനും, നോക്കുമാറില്ല ആരുമേ പരതാരത്തെ ആണ്. വേറൊരാളിൻ്റെ ഭാര്യയെ നോക്കാറില്ല, വേറൊരാളിൻ്റെ വസ്തുക്കളെ കാക്ഷിക്കാറില്ല, സ്വന്തമായി ജീവിക്കും. അതെന്തുകൊണ്ട്? നന്ദനന്മാരെ പിതാവ് രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ എന്നാണ്. അച്ഛൻ രക്ഷിക്കുന്നത് പോലെയുള്ള സൂക്ഷ്മതയോടെ രക്ഷിച്ചു എന്ന് ഞാൻ മുൻ പ്രഭാഷണത്തിലും പറഞ്ഞതാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെയും അത് പറയേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എല്ലാ കാലത്തും പ്രസക്തമായൊരു വാക്കാണത് എന്നുള്ളതുകൊണ്ടാണ്. എന്നിട്ട് ഈ സ്തുതികൾ നിങ്ങൾ നോക്കണം. ഓരോ സ്തുതിയിലും അവസാനിപ്പിക്കുന്നത് ഈ സ്തുതി എന്താണ്? കർമ്മശുദ്ധിയോടെ കേൾക്കുന്ന പുരുഷന് എന്തുണ്ടാവും? പുരുഷനെന്ന് വെച്ചാൽ അവിടെ സ്ത്രീക്കില്ല എന്നല്ല, അത് ഏകീകരിച്ച് കാണണം. പുരുഷനും സ്ത്രീയും എന്ന് മാത്രമല്ല, സകല ചരാചരങ്ങൾക്കും എന്ന് വേണം കാണാൻ. അങ്ങനെ വേണം അതിനെ കാണാൻ. ആ സർവചരാചരങ്ങൾക്കും ഗുണം ഉണ്ടാകണം എന്ന അർത്ഥത്തിലാണ്. എല്ലാ കൃതിക്കും ഇങ്ങനെയാണ് ഗുണം. ഏതൊരു കൃതിയും മനസ്സിൻ്റെ വിശ്രാന്തിയെ പ്രദാനം ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ രാമായണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് എക്കാലത്തെയും ജീവിതത്തെ അഡ്രസ്സ് ചെയ്തു എന്നുള്ളതാണ്. എക്കാലത്തെയും വലിയ ജീവിതങ്ങളെ കാണുകയും അതിനെ തിരിച്ചറിയുകയും അതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതൊരു ജീവിതവും ചെറുതല്ല എന്ന് തിരിച്ചറിയിച്ചു തന്നു എന്നുള്ളത്. അതാണ് അണ്ണാൻ്റെ കഥയൊക്കെ ഞാൻ പറഞ്ഞത്. അതാണ് ഹനുമാൻ്റെ കഥ പറഞ്ഞത്. അതാണ് എല്ലാ തരത്തിലുള്ള കഥകൾ. ബാലിയെ അദ്ദേഹം കൊന്നെങ്കിലും ബാലിയുടെ മകനോട് ആ വൈരുദ്ധ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നത്. അതുകൊണ്ടാണ് പാപത്തെയാണ് വെറുക്കേണ്ടത്, പാപിയെ അല്ലല്ലോ. അത്തരത്തിലുള്ള ബോധമെല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് രാമൻ, ചില ആളുകൾ പറയാറുണ്ട്, ഈ മര്യാദാ പുരുഷോത്തമനായ രാമൻ സീതയെ കാട്ടിക്കൊണ്ട് കളഞ്ഞില്ലേ എന്നാണ്. അങ്ങനെ പറയുന്നവന്മാരെല്ലാം ശ്രദ്ധിക്കേണ്ടത് ഉത്തരരാമായണം കൂടെ വായിച്ചിട്ട് വേണം പറയാൻ. ഉത്തരരാമായണത്തിൽ എൻ്റെ റെഫറൻസ് ഉണ്ട് എന്നാണ് ഞാൻ തോന്നുന്നത്. മുമ്പ് വായിച്ചാണ്. സീത പറയുന്നുണ്ട്, എനിക്ക് ഇനി ഋഷിമാരോടൊപ്പം കുറച്ച് സംവദിച്ച് താമസിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ശരി അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്ന് ആക്കുന്നത് എന്നുള്ള കഥയുണ്ട്. എല്ലാത്തിനും സൊല്യൂഷനും അതിനകത്തുണ്ട്. എന്തായിരിക്കണം ജീവിതം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമ്മൾക്ക് മുമ്പിലേക്ക് പകർന്നു തന്നത്. അത് കിളിയെ കൊണ്ട് പറയിച്ച കഥയും അതൊക്കെ നിങ്ങൾക്കറിയാം. ഒന്നേ വിചാരിക്കേണ്ടൂ, നമ്മുടെ സാംസ്കാരിക കേരളത്തിന് ലഭിച്ച ഏറ്റവും വലിയ ഒരു മൃതസഞ്ജീവനിയാണ് രാമായണം. നിങ്ങളിവിടെ ഇങ്ങനെ ഈ ചെയ്യുന്ന കർമ്മം കൃത്യമായും നിങ്ങളുടെ ഈ കർമ്മത്തിൻ്റെ ശുദ്ധി, കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യം സമർപ്പിച്ച് ചെയ്യണം എന്ന രാമൻ്റെ തത്വത്തിൽ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ പറഞ്ഞ ഇന്ന് രാവിലെ 9 മണിക്ക് എൻ്റെ വിദ്യാർത്ഥി അപൂർവ സുനിൽ എന്നോട് ചോദിച്ചു, സാറേ ഇന്ന് സാറിൻ്റെ പ്രസംഗം ഉണ്ടല്ലേ അവിടെ? ഞാൻ പറഞ്ഞുണ്ട്. 5 മണി മുതൽ 7 മണി വരെ എന്ന് വെച്ചേക്കുന്നു. 2 മണിക്കൂർ സാർ എന്നാ പറയാനാന്ന്?
ഞാൻ ആലോചിച്ച് ഞാനും അങ്ങനെ എന്നോട് വിചാരിക്കുന്നത് 2 മണിക്കൂർ ഞാൻ എന്ത് പറയുമെന്ന്. അപ്പോൾ 2 മണിക്കൂർ നേരം അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ നേരം എന്നെ പറയിച്ച പ്രപഞ്ച ശക്തിസ്വരൂപനായ നടരാജന്, അതെ, പ്രപഞ്ചമസ്മൽ ഭാവ വിഡംബന ഭാവനമാർന്ന ആ നടനെ പാടി സ്തുതിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞ ആ നടന് എല്ലാവിധമായ നന്ദിയും അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള ഹൃദയംഗമമായ സന്തോഷം മനസ്സിൽ സൂക്ഷിക്കുന്നു. ഇവിടെ വീണ്ടും വീണ്ടും വിളിക്കുന്നതിലുള്ള കൃതജ്ഞത തീർച്ചയായും ഉള്ളിൽ വയ്ക്കുന്നു. ഞാൻ പറഞ്ഞതിലെ നല്ല കാര്യങ്ങളൊക്കെ എൻ്റെ ഗുരുജനങ്ങളുടെയും എൻ്റെ ശിഷ്യരുടെയും ഒക്കെ കാരുണ്യം കൊണ്ടാണ്. മോശമായി എന്തെങ്കിലും പറഞ്ഞു എന്ന് എനിക്കറിഞ്ഞൂടാ. അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് എൻ്റേതായ അജ്ഞതയായി നിങ്ങൾ കരുതിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.